Good evening, my dear students. Brilliant of MBBS and the live program in the physics and the class like welcome Swagada. Mechanics selective and chapters. Adilum selected the simple questions. Adilum simple Adil explanations. That's the one in the program on the chapters already the Makaria. Laws of motion, work, energy, power. We have a topic in the content. That is the main point. We have a question number. We have check it. Laws of motion. That's why I explain it. We have a result. That's why laws of motion is independent topic. Because the topic motion straight line, projectile motion vector. That's the idea of a problem. If acceleration calculated, we can physical MA and the formula apply. That's cumulative type. Kritimayattum ഒരു ടോപ്പിക്കിന് മാത്രം അവകാശപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്പറിന് കാര്യമായ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സ്റ്റേറ്റ് ഇൻ മോഷൻ്റെ ഇക്വേഷൻ അറിയണം, വെക്ടറിൻ്റെ അഡീഷൻ അറിയണം, അതിൻ്റെ റെസൊല്യൂഷനോ സബ്സ്ട്രാക്ഷനോ ഒക്കെ അറിയേണ്ടി വരും നമ്മൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പൈൻഡ് എഫക്റ്റ് മെക്കാനിക്സിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമുക്ക് ആ ടോപ്പിക്കിൻ്റെ ഒരു ഐഡിയ പറയുമ്പോൾ സത്യത്തിൽ 99% പ്രോബ്ലങ്ങളും ക്വസ്റ്റ്യൻസും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് മാത്രം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അതാ പ്രത്യേകത. ആ ഒരു ട്രാക്ക് കിട്ടിയാൽ ഒരുപാട് തിയറി പഠിക്കാനില്ല. ഫിസിക്സിലെ തന്നെ ഏറ്റവും കുറച്ച് കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ NCERT ഒക്കെ മറിച്ച് നോക്കുക അറിയാം. ന്യൂട്ടൻ്റെ ലോയും സ്റ്റേറ്റ്മെൻറ്റും അല്ലേ, പ്രാക്ടിക്കലായ എക്സാമ്പിളും ആപ്ലിക്കേഷനും സിമ്പിളായ ചില ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതാ. അപ്പോൾ നിങ്ങളോർക്ക് ഒരുപാട് കേസുകൾ പഠിച്ചിട്ടില്ലേ, ഒത്തിരി ഫിഗർ ഇല്ലേ അല്ലേ, ഡയഗ്രാം, കണക്റ്റഡ് സിസ്റ്റം, പുള്ളി സിസ്റ്റം ഒക്കെ ഇല്ലേ. പക്ഷെ അതിനെല്ലാം പിന്നിൽ ഫിസിക്കൽ MA എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതാണ് കൃത്യമായിട്ടും ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെ ആക്ട് ചെയ്യുന്ന നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ദ ഫിസിക്കൽ മാസ് ഓഫ് ദാറ്റ് ബോഡി ഇൻറ്റു ആക്സിലറേഷൻ. ആ ഒരു ഐഡിയ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ എല്ലാ പ്രോബ്ലങ്ങളും അത് വെച്ച് ചെയ്യാം. കൃത്യമായിട്ട് ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ ആരോ മാർക്കിൽ തെറ്റുപറ്റാൻ പാടില്ല. ആവശ്യം വന്നാൽ റിസോൾവ് ചെയ്യേണ്ടി വരാം. ഗ്രാവിറ്റി എന്ന് പറയുന്ന നോൺ കോണ്ടാക്ട് ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ എന്ന കോണ്ടാക്ട് ഫോഴ്സ്, ഫ്രിക്ഷൻ എന്ന കോണ്ടാക്ട് ഫോഴ്സ്, അതുപോലെ ടെൻഷൻ, സ്പ്രിംഗ് ഫോഴ്സ്, അങ്ങനെ 2 കോണ്ടാക്ട് ഫോഴ്സ് തുടങ്ങിയ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഐഡിയ കൃത്യമായിട്ടും അവരെ മാർക്ക് ചെയ്യുക. എല്ലാ ഫോഴ്സും എല്ലാ ഡയഗ്രത്തിലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കൃത്യമായിട്ട് അവരെ മാർക്ക് ചെയ്യുക. ആവശ്യം വന്നാലൊന്ന് റിസോൾവ് ചെയ്യുക. അൺബാലൻസ്ഡ് ഫോഴ്സ് ലൊക്കേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത്ര ഐഡിയ 90% അത് മാത്രമാണ്. പിന്നെ വരാവുന്ന ഒരു ഇമ്പൾസ് മൊമെൻറ്റം തിയറി ഉണ്ട്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ 3 എക്സാമ്പിൾ, സർക്കുലാർ മോഷൻ്റെ 3 എക്സാമ്പിൾ, ഇത്രയേ ഉള്ളൂ. നിസ്സാരമായ കേസ്. 90% ഫിസിക്കൽ MA മാന്യമായിട്ട് യൂസ് ചെയ്താൽ കിട്ടും എന്നൊരു ഗ്യാരണ്ടി തരുമ്പോൾ ബാക്കിയുള്ള 2-3 ചെറിയ പോയിന്റുകൾ അഡീഷനായിട്ട് വരാം. അല്ലാതെ നമ്മൾ വരച്ച് പഠിക്കുന്ന ഫിഗറിന് അമിതമായ പ്രാധാന്യം കൊടുത്തുള്ള ടോപ്പിക്കല്ല അത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കണ്ടൻറ്റേ ആ ടോപ്പിക്കിലുള്ളൂ. നമ്മളിന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റ് വെച്ച് മാത്രം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. എക്സാമിനും അതേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അല്ല 1/2 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ട് വന്ന് റെഡിയാക്കുക, സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ വർക്ക് എനർജി പവർ വരുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം അതുപോലെ തന്നെയാണ്. ഫോഴ്സിൻ്റെ ഫോർമുല ഇല്ലാതെ അല്ലേ, ബിയുടെ ഇക്വേഷൻ ഇല്ലാതെ, വെക്ടറിൻ്റെ ഐഡിയ ഇല്ലാതെ, ഡോട്ട് പ്രോഡക്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും ഈ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും ക്യുമുലേറ്റീവ് ടൈപ്പ് തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മുതൽ അങ്ങോട്ട് എനർജി വരെയെല്ലാം കണക്റ്റഡാണ്. ഒരു ചാപ്റ്റർ മാത്രമായിട്ട് അവകാശപ്പെടാവുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോസ് ഓഫ് മോഷൻ കണ്ടന്റിനേക്കാളും കൂടുതലുണ്ട്. അതാ കുട്ടികൾ ലോസ് ഓഫ് മോഷൻ കൂടിയ വലിയ ടോപ്പിക്കെന്നും വർക്ക് എനർജി പവർ അതിലും ചെറിയ ടോപ്പിക്കെന്നും കരുതുമ്പോഴും സത്യത്തിൽ തിരിച്ചാണ് കൂടുതൽ കണക്ഷൻസ് വരുന്ന, കൂടുതൽ കേസുകൾ വരുന്ന ഈ ടോപ്പിക്കില്ല. വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ ഫോഴ്സ്, അത് ആദ്യ ഏരിയ. ഗ്രാഫിക്കൽ മെത്തേഡ്, ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ്, ഇൻ്റഗ്രേഷൻ മെത്തേഡ്, മൂന്ന് കേസുകളെ അവിടെ വരുള്ളൂ. പിന്നെ വർക്ക് എനർജി തിയറം ഒരു 50% ആ ഒരൊറ്റ ഐഡിയ, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ കൺസർവേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ആ ഐഡിയ വേണം. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ്റെ 3-4 എക്സാമ്പിളുകൾ വേണം. പിന്നെ പവറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് പവർ എന്ന് പറയുന്ന ഒരു 2 കേസ്, അതിൻ്റെ ഡിഫറൻസ് വേണം. പിന്നെ
കൊളീഷൻ്റെ വളരെ സിമ്പിളായ കേസ്, കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്നും വെച്ചിട്ടല്ല, കൃത്യമായിട്ടും ഇലാസ്റ്റിക് കൊളീഷൻ്റെ 1 ഡയമെൻഷൻ ആ കേസും 2 ഡയമെൻഷൻ്റെ കേസും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്ന സിറ്റുവേഷൻ മാത്രമേ സിലബസിലുള്ളൂ. ഈയുടെ ഹയർ ആപ്ലിക്കേഷൻസ് ഒന്നും NCERT പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാര്യമായ മത്സരങ്ങളോ ആൻസറിന് വേണ്ടിയുള്ള ഒരു തിരക്കോ ഒന്നും കാണിക്കാനില്ല. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ആൻസർ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണത് ചെയ്യുക, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കി പ്രോഗ്രാമിലേക്ക്, ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്കൊക്കെ പോകാതെ ആ സമയത്ത് സാറ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റുകൾ കിട്ടുമോ, അല്ലെങ്കിൽ ഇതുപോലെ വേറൊരു പ്രോബ്ലം എന്നാൽ ചെയ്യാൻ ആവശ്യമായ കണ്ടന്റ് അതിനകത്ത് കണ്ടുപിടിക്കുകയും ഒക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് പോയിന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അല്ലാതെ എന്തെങ്കിലും ആൻസർ കിട്ടി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആൻസറിൻ്റെ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു റിവിഷൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജിയായിട്ട് കണക്ട് ചെയ്ത സർക്കുലർ മോഷൻ്റെ വളരെ ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതുകൂടാതെ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ചെക്ക് ചെയ്യാൻ കൂടിയാണ്. നോക്കാം. A stone tied to a string of length L is drilled in a vertical circle with the other end of the string at the center. At a certain instant of time, the stone is at its lowest position and has a speed u. ഒരു സ്ട്രിങ്ങിന്റെ ഫ്രീ എൻഡിൽ ഒരു ചെറിയ ബോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്ട്രിങ്ങിന്റെ അപ്പർ എൻഡ് ഫിക്സഡ് ആണ്. ലോവസ്റ്റ് പോയിന്റിൽ യു എന്നൊരു സഫീഷ്യന്റ് ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുന്നു. സിമ്പിളായൊരു സിറ്റുവേഷൻ ആണ്. L ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന്റെ എൻഡിൽ ഒരു ബോൾ അറ്റാച്ച് ചെയ്യുന്നു. യു ഇനിഷ്യൽ വെലോസിറ്റി ലോവസ്റ്റ് പോയിന്റിൽ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ഹാപ്പൻസ്. ഇതൊരു വെർട്ടിക്കൽ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും അല്ലേ. സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. സ്ട്രിങ് ഹൊറിസോണ്ടൽ ആകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടർ 90 ഡിഗ്രി ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന ഇന്റർവെല്ലിൽ ബോൾ ഇവിടെ വരുന്ന സമയത്ത് സർക്കിളിന്റെ 1/4 കവർ ചെയ്യുന്ന ഇന്റർവെല്ലിൽ ബോഡിക്കുണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൻസറിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അതിൽ ഏതൊക്കെ തിയറിയാണ്, ഏതൊക്കെ കേസുകളാണ്, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദിക്കാം എന്ന ഡിസ്കഷനാണ് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആ വെലോസിറ്റി രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. യു ഇസ് ഇനിഷ്യൽ വെലോസിറ്റി, വി ഇസ് എ ഫൈനൽ വെലോസിറ്റി. വി യു എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ. യു പെർഫെക്റ്റ് ഹൊറിസോണ്ടലി അല്ലേ, വി വെർട്ടിക്കലി അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ യു ആൻഡ് വി 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ആംഗിൾ വരാവുന്ന രണ്ട് വെക്ടേഴ്സിന്റെ ചേഞ്ചിന്റെ മാഗ്നിറ്റ്യൂഡാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, അതിന്റെ മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ആവശ്യപ്പെട്ടത് വെക്ടർ വി മൈനസ് വെക്ടർ യുവിന്റെ മാഗ്നിറ്റ്യൂഡാണ്. വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന ഫോർമുലയാണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 0 ആയതുകൊണ്ട് ആക്ച്വലി മൂന്നാമത്തെ ടൈം ആബ്സെന്റ് ആയി പോകും. മോഡുലസ് ഓഫ് വി മൈനസ് യു ക്യാൻ ബി ടേക്കൺ ആസ് റൂട്ട് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ. ബട്ട് ആൻസർ ഈസ് നോട്ട് ഇൻ ടേംസ് ഓഫ് വി. വി നമ്മൾ ഗസ് ചെയ്താണ്, വി ഈസ് നോട്ട് ഗിവൺ. ശരിയില്ല, ആൻസർ യുവിന്റെയും ജിയുടെ എല്ലിന്റെയും ടൈമിലാണ്. ബട്ട് വി കൻ അപ്ലൈ എനർജി കൺസർവേഷൻ, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. എൽ ലെങ്തുള്ള സ്ട്രിങ്ങിന്റെ എൻഡിലാണ് ഈ പെൻഡുലം ബോബെങ്കിൽ തീർച്ചയായിട്ടും ഇനിഷ്യൽ പോയിന്റിൽ ബോഡിക്ക് ഇത് റെഫറൻസ് ലെവലാക്കി എടുത്താൽ അവിടെ ബോഡിക്ക് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ശരിയല്ലേ. പക്ഷെ ടോപ്പിൽ ചെല്ലുമ്പോൾ MgL എന്ന പൊട്ടൻഷ്യൽ എനർജിയും അതുകൂടാതെ ഒരു ½ m(v)² എന്നൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ½ m × u² ഈസ് ഈക്വൽ ടു ½ m × v² പ്ലസ് mgl എന്ന് കിട്ടും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ടോപ്പ് മോസ്റ്റ് അല്ല, സെക്കൻഡ് പോയിന്റ്സ്. എം ക്യാൻസൽസ്. നമുക്ക് v² പകരം v² ഈസ് ഈക്വൽ ടു u² മൈനസ് 2gl എന്ന് കിട്ടും. ആൻഡ് ഹിയർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ v ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. റൂട്ട് ഓഫ് v² പകരം u² മൈനസ് 2gl പ്ലസ് u² എന്നാണ് കിട്ടുക. That is equal to root of 2u² minus 2gl എന്ന് കിട്ടും. 2u² minus 2gl is actually root of 2 into u² minus gl. അത് ഫൈനൽ ആൻസർ ആണ്.
ടോപ്പിക്കിൻ്റെ അല്ല ക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന ഒരു ഐഡിയ അല്ല അതിന് പിന്നിൽ. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ, വെക്ടർ ഡിഫറൻസിൻ്റെ ഒരു സിറ്റുവേഷൻ, എനർജി കൺസർവേഷന് മറ്റൊരു ആപ്ലിക്കേഷൻ. ഈ ബോഡിയിൽ സ്റ്റിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ വർക്ക് ചെയ്യല്ല എന്ന് പറയുന്ന മറ്റൊരു ഇൻഫർമേഷൻ. ഗ്രാവിറ്റി മാത്രം വർക്ക് ചെയ്യും, ടെൻഷൻ വർക്ക് ചെയ്യാത്തതിന് കാരണം ടെൻഷനും വെലോസിറ്റിയും നമ്മുടെ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആംഗിളിലെ ഫോഴ്സ് ഒരിക്കലും വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ടെൻഷൻ എന്ന ഫോഴ്സ് വർക്ക് ചെയ്യുന്നതല്ല, കൺസർവേറ്റീവ് ഫോഴ്സ് ഗ്രാവിറ്റി മാത്രം വർക്ക് ചെയ്യും. അതുകൊണ്ട് മെക്കാനിക്കൽ ഇത് കൺസേർവ്ഡ് ആണ്. വെക്ടർ ഡിഫറൻസ് എടുക്കുമ്പോൾ തീറ്റ 90 ആണെങ്കിൽ √v² + u² എന്ന് മാത്രം എടുത്താൽ മതി. സർക്കുലർ മോഷന്റെ ആപ്ലിക്കേഷൻ, വെക്ടർ ഡിഫറൻസിന്റെ ആപ്ലിക്കേഷൻ, എനർജി കൺസർവേഷന്റെ ആപ്ലിക്കേഷൻ, ടെൻഷന്റെ വർക്ക് കാണുന്ന ആപ്ലിക്കേഷൻ, കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഐഡിയ. 4-5 തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ഒറ്റ ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ സെലക്ട് ചെയ്തത് അതിന്റെ ആൻസർ എയിം ചെയ്തിട്ടല്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട 4-5 പോയിന്റുകൾ നിങ്ങളെ റിവിഷൻ നടത്താമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം വർക്ക് ചെയ്താൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എന്നാണ് ആ ഇക്വേഷന്റെ മീനിങ്. അതാണ് അവിടെ നിന്ന് നമുക്ക് കളയുമ്പോഴാണ് v² = u² - 2gl എന്ന ഇക്വേഷൻ കിട്ടുക. അതാ ഇത് വെക്ടർ ചേഞ്ച്, ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ, മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ് അല്ല, ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ തീറ്റ 90 ആണെങ്കിൽ വരാവുന്ന ഇക്വേഷനാണ്. നമ്മുടെ കൺസർവേഷൻ ഫോർമുല എടുത്ത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണിത്. ഇത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ന്യൂമറിക്കലി ഈക്വൽ അല്ല, ഡയറക്ഷൻ ഈക്വൽ അല്ല. വെലോസിറ്റി മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷൻ ചേഞ്ച് വരുന്നതിനാൽ ഇത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ടെൻഷന്റെ വർക്ക് 0 ആണ്. ബാക്കി 3-4 ആപ്ലിക്കേഷനാണ്. വളരെ വലിയ ക്വസ്റ്റ്യൻ അല്ല, ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 4-5-6 പോയിന്റുകൾ കിട്ടിയിരിക്കും. അതാണ് ക്വസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ബാക്കി കമൻറ്റുകൾക്ക് സമയം കളയാതെ, ചാറ്റ് ചെയ്ത് സമയം കളയാതെ കൃത്യമായിട്ടും കിട്ടിയ പോയിന്റുകൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കേൾക്കുക. പുതിയ പോയിന്റ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ 10-15 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടോപ്പിക്കിലെ ഫുൾ തിയറി ഒരു തവണ റിവൈസ് ചെയ്തിരിക്കണം. ആ 1.5 മണിക്കൂറിൻ്റെ അഡ്വാൻറ്റേജ് അതായിരിക്കണം. സോ നെക്സ്റ്റ് വൺ. എല്ലാ ക്വസ്റ്റിനും ഇത്രയും കളക്ഷൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. വളരെ സിമ്പിളായൊരു ഐഡിയ ആണ്. എ ഫോഴ്സ് ഓഫ് 5 Newton gives a mass m1 an acceleration 8 m/s² and m2 an acceleration 24 m/s². What's the acceleration if both masses are tied together? നമുക്കറിയാം അതിൻ്റെ അത് മാസ് തന്നിട്ടില്ല, ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ m1 ഒരു ഫോഴ്സ്, സെക്കൻഡ് കേസിൽ m2 അതേ ഫോഴ്സ്, തേർഡ് കേസിൽ m1 + m2 അതേ ഫോഴ്സ് എന്നാണ്. ഫോഴ്സ് കോമൺ ആണ്. ആക്ച്വലി ആ കോമൺ ഫോഴ്സ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് ഇക്വേഷൻ ഉണ്ട്. അത് മറന്നു പോകരുത്. A = a1a2 / a1 + a2 എന്നാണ്. നോട്ട് ചെയ്യാം. ആക്ച്വലി ഫോഴ്സിന്റെ വാല്യൂ വേണ്ട, മാസ് കണ്ടുപിടിക്കേണ്ട. ഈ ഒരു പ്രോബ്ലം തരുമ്പോൾ നോർമൽ കേസിൽ പിള്ളേർ ചെയ്യുന്നത് F = m1 a1 എന്ന് എഴുതും. F = 1. അപ്പോൾ m1 കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത കേസിൽ F = m2 a2 എന്ന് എഴുതും. എന്നിട്ട് m2 കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് m1 + m2 കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും F = m1 + m2 × a ഇങ്ങനെ എഴുതും. അപ്പോൾ പിന്നെ എന്നിട്ട് m1-നും m2-നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, a ലൊക്കേറ്റ് ചെയ്യും. ആക്ച്വലി ഈ സ്റ്റെപ്പ് എഴുതി വരുമ്പോൾ അവസാനം വരുന്ന റിസൾട്ട് അത് മാത്രമാണ്. ഒരു ഡെറിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. a can be taken from the equation a1a2 / a1 + a2 എന്ന് എടുക്കാം. m1-ന് ആക്സിലറേഷൻ a1-ഉം m2-ന് ആക്സിലറേഷൻ a2-ഉം കോമൺ ആയ ഫോഴ്സ് ആണെങ്കിൽ കമ്പൈൻ സിസ്റ്റത്തിന്റെ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. സിമ്പിളായ റിസൾട്ടാണ്. ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. F = ma മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രീവിയസ് കേസിൽ സിലബസിനകത്തുനിന്ന് എല്ലാ കേസും പല കേസും പറഞ്ഞപ്പോൾ ഇവിടെ ഒരൊറ്റ കേസ് മാത്രം F = ma ഒരു ചെറിയ ആപ്ലിക്കേഷൻ. മേലിൽ ഈ ഒരു കേസ് വന്നാൽ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആവശ്യമില്ല. F 5 Newton തരുമ്പോഴാണ് നമ്മൾ m1 കാൽക്കുലേറ്റ് ചെയ്യാൻ, m2 കാൽക്കുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം m1 + m2 എടുത്ത് F ഇട്ട് കൊടുത്താലും ആൻസർ കിട്ടുള്ളൂ. സോ എഫിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും a1 a2 സെപ്പറേറ്റ് തന്നാൽ ഫോഴ്സ് 3 കേസിൽ ഒരുപോലെയാണെങ്കിൽ ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ വി ക്യാൻ ടേക്ക് ദിസ് ഇക്വേഷൻ a1 a2 / a1 + a2 എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇക്വേഷൻ ഫെമിലിയർ അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. വളരെ സിമ്പിളായ എന്നാൽ ഒരുപാട് ഐഡിയ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസ്. A body B slides down a smooth inclined plane when released from the top. Another body of same mass falls freely from the top of an inclined plane. Both reach the ground. Here's an inclined plane. We can take the level ground like this.
And first body is placed here. It is allowed to fall freely. A second body is placed here and it is allowed to slide along the surface. ഒരുപാട് ഡേറ്റ, ഒരുപാട് ഐഡിയ ഉള്ള വളരെ സിമ്പിൾ ആയ ഒരു കേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനിഷ്യൽ വെലോസിറ്റി ഫോർ ബോത്ത് ബോഡീസ് ക്യാൻ ബി ടേക്കൺ ആസ് 0. Okay, a body B slides down a smooth inclined plane when released from the top. Another body of same mass falls freely from the top of an inclined plane. Both reach the ground. ബാക്കി ഓപ്ഷൻസിലേക്ക് പോകാം അല്ലേ. നമുക്ക് ഈ ബോഡിയുടെ ആക്സലറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് സിംപ്ലി G. ഇത് G ആണ്. And the acceleration of this body is G sin theta if theta is the angle of inclination. First body ground വരും with a velocity v1, second body ground വരും with another velocity v2 എന്നെടുക്കാം. v1 v2 നോട് ഈക്വൽ ആണോ? സിമ്പിൾ. v1 is equal to v2 is equal to root 2gh. സംശയം തോന്നാം. No doubt. It's always from energy conservation. Final energy half mv square mgh നോട് ഇക്വേറ്റ് ചെയ്യാം. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. h ഹൈറ്റിൽ നിന്ന് ബോഡി പോരുമ്പോൾ mgh-നെ ഹാഫ് എം v1 സ്ക്വയറിനോടും അതുപോലെ ഹാഫ് എം v2 സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്യാം. v1 ഈക്വൽ ടു v2 ഈസ് ഈക്വൽ ടു റൂട്ട് 2gh വരുന്നത് ഹാഫ് എം v1 സ്ക്വയർ ഈസ് ഈക്വൽ mgh എന്ന ഫോർമുല എന്നാണ്. അല്ലെങ്കിൽ ഹാഫ് എം v2 സ്ക്വയർ ഈസ് ഈക്വൽ mgh എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. v1 v2 ഈക്വൽ ആണോ? യെസ് ഓർ നോ? നോക്കാം അല്ലേ. അടുത്ത് സെയിം ടൈം ഉണ്ട്, വിത്ത് സെയിം കൈനറ്റിക് എനർജി ഉണ്ട്, വിത്ത് സെയിം മൊമെന്റം ഉണ്ട്, വിത്ത് സെയിം വെലോസിറ്റി ഉണ്ട്. v1 v2 ഈക്വൽ ആണെങ്കിൽ p1 ഈക്വൽ ടു p2 എന്ന് എഴുതാം. വൈ? another body of same mass സെയിം അല്ലേ. അപ്പോൾ v1 ഈക്വൽ ടു v2 മീൻസ് p1 ഈക്വൽ ടു p2 എന്ന് എഴുതാം. പിന്നെ ഹാഫ് എം v1 സ്ക്വയർ മാസ് സെയിം അല്ലേ, v1 v2 ഈക്വൽ അല്ലേ. അപ്പോൾ എനർജി E1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു E2. മൊമെന്റം ഈക്വൽ ആണ്, എനർജി ഈക്വൽ ആണ് അല്ലേ. ടൈമിന് വ്യത്യാസമുണ്ട്. ടൈം കാണാൻ ഒരു ഫോർമുലയുണ്ട്. T ഈസ് ഈക്വൽ ടു 1/sin θ ഇൻറ്റു റൂട്ട് 2h ബൈ g ആണ്. നോട്ട് ചെയ്യാം. സെക്കൻഡ് ബോഡിയുടെ ടൈമാണ്. ഫസ്റ്റ് ബോഡിക്ക് T1 ഈസ് ഈക്വൽ ടു റൂട്ട് 2h ബൈ g ആണ്. Time taken for first body is actually given by the equation root 2h by g. Second body time taken is given by 1/sin theta in the root 2h by g. ഇതിൽ ടൈം ഡിഫറൻ്റ് ആണ്, എനർജി ഈക്വൽ ആണ്, മൊമെൻ്റം ഈക്വൽ ആണ്, വെലോസിറ്റി ഈക്വൽ ആണെന്ന് പറയുമ്പോൾ അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. v1 v2 ന്യൂമറിക്കലി ഈക്വൽ ആണ്, ബട്ട് ദർ ഡയറക്ഷൻസ് ആർ നോട്ട് സെയിം. v1ൻ്റെ ഡയറക്ഷൻ v2വിൻ്റെ ഡയറക്ഷനോട് ഈക്വൽ അല്ല. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ സത്യത്തിൽ ഇവിടെ മോഡുലസ് ഓഫ് v1 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് v2 എന്ന് വേണം എഴുതാൻ. v1 v2വിനോട് 100% ഈക്വൽ അല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ. മോഡുലസ് ഓഫ് p1 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് p2 എന്ന് എഴുതാം. മൊമെന്റം ന്യൂമറിക്കലി ഈക്വൽ ആണ്, വെലോസിറ്റി ന്യൂമറിക്കലി ഈക്വൽ ആണ്. എന്നാൽ എനർജി എന്ന് പറയുമ്പോൾ അത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. E1 ഈസ് ആക്ച്വലി ഈക്വൽ ടു E2 എന്ന് എടുക്കാം. എനർജിക്ക് ഡയറക്ഷൻ ഇല്ല. കൈനറ്റിക് എനർജി ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പോൾ 100% ഈക്വൽ ആണെന്ന് പറയാവുന്നത് E1 E2 മാത്രമാണ്. ബാക്കിയെല്ലാം ഡയറക്ഷൻ ബേസിൽ ഡിഫറൻ്റ് ആണ്. ഇത് മാഗ്നിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്. ഒരുപാട് ഐഡിയ ഉണ്ട് ഒരു ക്വസ്റ്റിനകത്ത്. ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ ആക്സിലേഷൻ g ആണ്, അതിൻ്റെ ടൈം റൂട്ട് 2h ബൈ g ആണ്, അതിൻ്റെ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh ആണ്, അതിൻ്റെ മൊമെൻറ്റം m ഇൻറ്റു v1 ആണ്. ശരിയല്ലേ? യെസ്. എനർജി ഹാഫ് എം v സ്ക്വയർ ആണ്. സ്ലൈഡിംഗ് ആണെങ്കിൽ ടൈമിൻ്റെ ഫോർമുല 1/sin θ ഇൻറ്റു റൂട്ട് 2h ബൈ g ആണ്. v1 v2വിനോട് ന്യൂമറിക്കലി ഈക്വൽ ആണ്, p1 p2വിനോട് ന്യൂമറിക്കലി ഈക്വൽ ആണ്. പക്ഷേ എനർജി ആക്ച്വലി ഈക്വൽ ആണ്, സിൻസ് എനർജി ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഒരു ഫാളിംഗ് ബോഡിയും ഒരു സ്ലൈഡിംഗ് ബോഡിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടോ? ഒരു ഫാളിംഗ് ബോഡിയും ഒരു സ്ലൈഡിംഗ് ബോഡിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിനകത്ത് ഫാളിംഗ് ബോഡിയുടെ കേസുകളും സ്ലൈഡിങ്ങിൻ്റെ കേസുകളും ഫ്രിക്ഷൻ എന്ന നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ആബ്സൻസിൽ മെക്കാനിക്കൽ അത് കൺസേർവ്ഡ് ആണെന്ന ഐഡിയയും ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല, വെലോസിറ്റി ഫോർമുല, മൊമെന്റത്തിന്റെ ഫോർമുല, എനർജി ഇക്വേഷൻ, അത്രയും. ആൻഡ് ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഈസ് വിത്ത് സെയിം കൈനറ്റിക് എനർജി. സെയിം ടൈം തെറ്റാണ്, മാഗ്നിറ്റ്യൂഡ് തെറ്റാണ്, സെയിം വെലോസിറ്റി ന്യൂമറിക്കലി സെയിം ആണ്, ആക്ച്വലി സെയിം അല്ല. വിത്ത് സെയിം മൊമെന്റം എന്ന് പറയുമ്പോഴും ന്യൂമറിക്കലി സെയിം ആണ്, ആക്ച്വലി സെയിം അല്ല. ചെറിയ ക്വസ്റ്റ്യൻ അല്ല, നല്ല ക്വസ്റ്റ്യൻ. അതാണ് പഠിക്കുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയാൽ
നീറ്റ് ലെവൽ അത് മതിയാകുമെന്നാണ്. ഞാൻ പറയുന്ന ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേപടി എക്സാമിന് ചോദിക്കും എന്നൊരു ഗ്യാരണ്ടി എനിക്കില്ല. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറയാനും ഞാൻ ആളല്ല. ഡേറ്റ മാറ്റി വേറെ വരുമെന്ന് പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്നൊരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. അതാണ് ടോപ്പിക്കിൻ്റെ ഒരു കളക്ഷൻ. ആ ഉദ്ദേശിച്ചത് എല്ലാ ഏരിയയിൽ നിന്നും 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വീതം എടുക്കുന്നു. ആ ഏരിയ ഒന്ന് സ്ട്രോങ് ആക്കുന്നു. തിയറിക്ക് ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുക, അല്ലാതെ കുറച്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. അതിന് ഇഷ്ടംപോലെ അവസരം നിങ്ങൾക്കുണ്ട്, ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ പറയുന്ന മറ്റ് പോയിന്റുകൾ എക്സ്ട്രാ ആണെങ്കിലും പഴയ അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടെ കേൾക്കാം, ഒന്നുകൂടെ ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നു, ഇത് അതേപടിയല്ല. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഒരു കമ്പാരിസൺ ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. മാസ് ഡിഫറൻ്റ് ആണെന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും മൊമെൻറ്റം ന്യൂമറിക്കൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. മാസ് ഡിഫറൻ്റ് ആണെങ്കിൽ കൈനറ്റിക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഉണ്ടോ? മാസ് ഡിഫറൻ്റ് ആണെങ്കിലും വെലോസിറ്റി ന്യൂമറിക്കൽ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം മാസ് ഡിഫറൻ്റ് ആണെന്നെങ്ങാനും തന്നാൽ അവിടെ മോർ കറക്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പം ടൈം ന്യൂമറിക്കലി ഈക്വൽ അല്ല. ഒന്നും മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, നമ്പർ 4. ഇറ്റ്സ് എ ഗ്രാഫ്. The momentum p of an object varies with time. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കും, പൊസിഷൻ ടൈം ഗ്രാഫ് പഠിക്കും, ആക്സലേഷൻ ടൈം ഗ്രാഫ് പഠിക്കും. ഇത് മൊമെന്റം ടൈം ഗ്രാഫാണ്. ഇതൊക്കെയാണ് സിലബസിനകത്ത് വരുന്ന കാര്യങ്ങൾ. കുറച്ച് കണക്റ്റഡ് ബോഡിയും കുറച്ച് ഫ്രീ ബോഡി ഡയഗ്രവും ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റവും പുള്ളി സിസ്റ്റവും സ്പ്രിങ്ങും എല്ലാം കൂട്ടിച്ചേർത്തൊന്നും മെഡിക്കലുകാർ പഠിച്ച് വെറുതെ സമയം കളയരുത്. സിലബസിനകത്ത് വരാവുന്ന ഐറ്റംസ് ഈ കാറ്റഗറി മാത്രം. മൊമെന്റം ടൈം ഗ്രാഫ്. മൊമെന്റം ടൈം ഗ്രാഫിൽ നിന്ന് ഫോഴ്സ് ടൈം ഗ്രാഫ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഫോഴ്സ് ടൈം ഗ്രാഫ് സിലബസിലുള്ളതാണ്. മൊമെന്റം ടൈം ഗ്രാഫ് സിലബസിലുള്ളതാണ്. ഉണ്ടോ? ഫോഴ്സ് ടൈം ഗ്രാഫ് മൊമെന്റം ടൈം ഗ്രാഫിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. F = dp/dt എന്ന ഇക്വേഷനാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന ഐഡിയ. അതിന്റെ മീനിങ് എന്താ? ഇഫ് എ ഗ്രാഫ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ P ആൻഡ് T, or T along the x-axis and P along the y-axis, the slope of the graph gives a force acting on the body. PT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ആണെന്നറിയുക. അതാണ് ഇതിൽ പഠിപ്പിക്കാനുള്ള കാര്യം. The slope of a PT graph gives the force acting on the body. സ്ലോപ്പ് എടുക്കുമ്പോൾ അറിയാമല്ലോ, ഇതാണ് ഗ്രാഫ്. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആൻഡ് പോസിറ്റീവ്, സിൻസ് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് പോസിറ്റീവ് സ്ലോപ്പ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് 4 സെക്കൻഡ്സ്, അതായത് 2 to 6 സെക്കൻഡ്സ്, സ്ലോപ്പ് ഈസ് 0, മീൻസ് ഫോഴ്സ് ഈസ് 0. ആൻഡ് ഇൻ ദ ലാസ്റ്റ് 2 സെക്കൻഡ്സ് സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് നെഗറ്റീവ്. ശരിയല്ലേ? ആദ്യ 2 സെക്കൻഡിൽ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, അടുത്ത 4 സെക്കൻഡിൽ സ്ലോപ്പ് 0 ആണ്, അടുത്ത 2 സെക്കൻഡിൽ സ്ലോപ്പ് നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 2 സെക്കൻഡിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണ്. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ, ദിസ് വൺ. ബാക്കി സെലക്ഷൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ, കോൺസ്റ്റന്റ് പോസിറ്റീവ് ഫോഴ്സ് ഉണ്ടോ? ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കണം, ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ. സോ ഇതിൽ അറിയേണ്ടത് PT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. FT ഗ്രാഫിന് സ്ലോപ്പിന് മീനിങ് ഇല്ല. FT ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഇമ്പൾസാണ്. ഞാനിത് പറഞ്ഞപ്പോൾ അതുകൂടെ എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. FT ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്, ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. ഇവിടെ PT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സിനോട് ഈക്വൽ ആണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ F is equal to dp/dt, ദ ഫേമസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. അവിടെയും സെക്കൻഡ് ലോ മാത്രം അവതരിപ്പിച്ചിരിക്കുന്നു. ആൻസർ ചെയ്തവർ തെറ്റിപ്പോയവർ ഒക്കെ ഉണ്ടാവും. പക്ഷേ ആൻസറിന് പ്രാധാന്യമില്ല, ഒരു നഷ്ടവും വരികയില്ല. നമ്മൾ ആൻസറിനേക്ക് ലൊക്കേറ്റ് ചെയ്യാതെ അതിൻ്റെ കൂടെ കിട്ടുന്ന റിസൾട്ടുകൾ നോട്ട് ചെയ്ത് വെക്കുക. നീറ്റ് സിലബസിൽ വരാവുന്ന കേസുകളെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. എവിടെന്നെങ്കിലും എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. NCERTയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ള കേസുകളാണ്. അതേപടി വരുമെന്ന് ഗ്യാരണ്ടി എനിക്കില്ല. നെക്സ്റ്റ് വൺ, നമ്പർ 5. ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് കറക്ഷൻ വരാവുന്ന വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. വായിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് ക്യാപിറ്റൽ M placed on a rough inclined plane. A force F is applied parallel to the inclined plane as shown in the figure, such that it just starts moving upward. ഫ്രിക്ഷൻ്റെ ഡയറക്ഷനെ കുറിച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. Here is an inclined plane and a small body is placed on its surface.
ആൻസറിൽ എത്തുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെന്റൽ ആയ ചില കാര്യങ്ങൾ. ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ദ ഫ്രിക്ഷൻ ഓൺ ദ ബോഡി ഈസ് സ്റ്റാറ്റിക് ആൻഡ് ദറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു mg sin θ. ബോഡി അനങ്ങുന്നില്ലെങ്കിൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അത് mg sin θ ഈക്വൽ ആണ്. അത് മുകളിലേക്കാണ്. ആൻഡ് ഇഫ് ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്, ദ ഫ്രിക്ഷൻ ഈസ് ലിമിറ്റിംഗ് അഗെയിൻ, ദറ്റ് ഈസ് അപ്വേർഡ് ലൈൻ μs into n എന്ന ഫോർമുല വെച്ച് വേണം അത് കണ്ടുപിടിക്കാൻ. And if the body is sliding down with sufficient acceleration, now the friction is kinetic, and that can be taken from the equation mu k into n, that is again in the upward line. Body അവിടെ ഇരിക്കുവാണെങ്കിലും ഫ്രിക്ഷൻ മുകളിലേക്കാണ്. ബോഡി താഴേക്ക് ടെൻഡൻസി കാണിച്ചാലും ഫ്രിക്ഷൻ മുകളിലേക്കാണ്. ബോഡി താഴേക്ക് സ്ലിപ്പ് ചെയ്താലും ഫ്രിക്ഷൻ മുകളിലേക്കാണ്. ആ മൂന്ന് കേസിലും ഫ്രിക്ഷൻ മുകളിലേക്കാണ്. But here a force is acting like this, such that the body just starts moving upward. ഉണ്ടോ? ബോഡി മോഷന്റെ ടെൻഡൻസി കാണിക്കുന്നത് മുകളിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് താഴേക്കാണ്. നോ ഡൗട്ട്സ്. മോഷന്റെ ടെൻഡൻസി കാണിക്കുന്നത് മുകളിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ താഴേക്കാണ്. ആൻഡ് ദ മാക്സിമം ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ μs into mg cos θ. ഞാൻ mg റിസോൾവ് ചെയ്യുന്നില്ല. ഇഫ് ഈസ് ആക്ടിങ് ലൈക്ക് ദാറ്റ്, ഇഫ് തന്നിട്ടുണ്ട് മുകളിലേക്കാണ്, ആൻഡ് ദ ബോഡി ജസ്റ്റ് ഷോസ് എ ടെൻഡൻസി ടു സ്ലൈഡ്, മീൻസ് friction is acting in the downward line. മുകളിലേക്ക് റിലേറ്റീവ് സ്ലിപ്പിങ്ങിന്റെ ടെൻഡൻസി കാണിച്ചാൽ ഫ്രിക്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ വരുന്നത് താഴേക്കാണ്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഫ്രിക്ഷൻ ദർ എക്സിസ്റ്റ് an mg sin θ along with that friction. ഈ കേസിൽ ഫ്രിക്ഷൻ താഴേക്കാണ്. മുകളിലേക്ക് ടെൻഡൻസി കാണിക്കുന്നു. റിലേറ്റീവ് മോഷൻ ടെൻഡൻസി മുകളിലേക്ക് കാണിച്ചാൽ ഫ്രിക്ഷൻ താഴേക്കാണ്. mg sin θ താഴേക്കാണ്. ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അത് ഇക്വിലിബ്രിയമാണ്, നെറ്റ് ആക്സിലറേഷൻ ആയിട്ടില്ല. സോ വി കൻ ഇക്വേറ്റ് എഫ് ഈസ് ഈക്വൽ ടു mg sin θ പ്ലസ് mu mg cos θ എന്ന് കിട്ടും. കറക്ഷൻ വരാവുന്ന വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഒരു മൈനസ് സൈൻ ഒക്കെ കിടക്കുന്നതിനാൽ ഫ്രിക്ഷൻ എപ്പോഴും താഴേക്ക് മുകളിലേക്ക്, അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. മുകളിലേക്ക് ടെൻഡൻസി കാണിച്ചാൽ ഫ്രിക്ഷൻ താഴേക്കാണ്, താഴേക്ക് ടെൻഡൻസി കാണിച്ചാൽ ഫ്രിക്ഷൻ മുകളിലേക്കാണ്. അത് വെച്ച് വേണം. ഇക്വിലിബ്രിയമാണ്. നെറ്റ് ഫോഴ്സ് 0 ആണ്. മുകളിലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് F, താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സ് mg sin θ പ്ലസ് μs into mg cos θ ഇക്വലന്റ് ആണ്. ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ്, ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്, ബോഡി മൂവ്മെന്റിലാകുന്നില്ല എന്നുള്ളതാണ്. So on an inclined plane, friction can be along the upward line or along the downward line depending on the situation. Relative tendency നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ μs into n എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് mu k into n ആവാം. Answer is mg sin θ plus mu mg cos θ. Second one is the right answer. Note the direction of frictional force. Equation ഞാൻ എടുക്കുന്നില്ല കേട്ടോ. μs into n, μs into mg cos θ. അത് ഫ്രിക്ഷന്റെ ബേസിക് ഫോർമുലയാണ്. നമ്മൾ കേസുകളാണ് ഡിസ്കസ് ചെയ്യുക. കറക്ഷൻ വരാവുന്ന ഒറ്റയടിക്ക് കിട്ടും. വിതിൻ 1 or 2 seconds വി ക്യാൻ ടേക്ക് ദ ആൻസർ. ബട്ട് പെട്ടെന്ന് ഡയറക്ഷൻ്റെ കൺഫ്യൂഷൻ തോന്നിയാൽ മൈനസ് സൈനുള്ള ആൻസർ കിടക്കുന്നതിനാൽ കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇമ്പൾസ് മൊമെന്റം തിയറി. അതാ ഒരിക്കലും മറന്നു പോകരുതാത്തൊരു കേസ്, ഒരിക്കലും മറന്നു പോകരുതാത്ത കേസാണ്. കാരണം ഇത് NCERT ഫിഗർ കറക്റ്റ് കാണിച്ചിരിക്കുന്നു. അതാ കുട്ടികൾക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കുന്ന ഒരു നേച്ചറുണ്ട്. വലിയ ഫിഗർ, വലിയ കാര്യങ്ങൾ, 4-5 സ്റ്റെപ്പുകൾ, അതിലൊന്നുമല്ല. ബട്ട് ഇതിനകത്തും നല്ല തിയറി ഇൻവോൾവ് ആണ്. എം മാസുള്ളൊരു ബോൾ യു വെലോസിറ്റി വന്ന് ഒരു വെർട്ടിക്കലായ ബോളിനെ 30 ഡിഗ്രി നോർമലുമായിട്ട് 30 ഡിഗ്രി സബ്റ്റൻഡ് ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതേ ആംഗിളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുക. ദെൻ ഫോഴ്സ് ആക്ടിങ് ആണ് വേണ്ടത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് എടുക്കുമ്പോൾ കുട്ടികൾ നോർമൽ കേസ് ചെയ്യുന്നത് ഇതിനെ റിസോൾവ് ചെയ്യും. ആക്ച്വലി റിസോൾവ് ചെയ്യണ്ട. ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് അലോങ് ദിസ് ലൈൻ. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ പ്രോഡക്റ്റ് m into u ആൻഡ് ഫൈനൽ മൊമെൻറ്റം ഈസ് ഓൾസോ m into u. ഇത് m into u ആണ്, ഇത് m into u ആണ്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ഇനിഷ്യൽ മൊമെൻറ്റം ആൻഡ് ഫൈനൽ മൊമെൻറ്റം ഈസ് 30 + 30, അത് 60 അല്ലേ. ഇത് 120 ഡിഗ്രി വരും. 120 degree is actually the angle between initial momentum and final momentum. വെക്ടർ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇനിഷ്യൽ മൊമെൻറ്റത്തെ റിസോൾവ് ചെയ്യും, ഫൈനൽ മൊമെൻറ്റത്തെ റിസോൾവ് ചെയ്യും, എന്നിട്ട് ഈക്വൽ ഓപ്പോസിറ്റ് ഒക്കെ എടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ലെങ്തി മെത്തേഡ്. ഇനിഷ്യൽ മൊമെൻറ്റത്തിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ആംഗിൾ 120 സെലക്ട് ചെയ്യുക. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി, ദർ ഇസ് എ ഷോർട്ട് കട്ട് ഫോർ ഇറ്റ്.
ഒരേ വാല്യൂ ഉള്ള വെക്ടർ ആണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഷോർട്ടായൊരു ഇക്വേഷൻ ഉണ്ട്. 2 ഇൻറ്റു mu ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 എന്നാണ്. mu is the magnitude of vector. Theta is angle between them. Here it is 120 degree. So 2 mu into sin 120 by 2 ആണ് sin 60 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 mu into cos 30 എന്ന് എഴുതാം. സെയിം അല്ലേ? 2 mu into cos 30. ആൻസർ ആയി 4th one. Why? ആവശ്യപ്പെട്ടത് ചേഞ്ച് ഇൻ മൊമെന്റം അല്ല, പിന്നെന്താണ്? ഫോഴ്സ്. A rate of change of momentum. Change in momentum by time taken for it will give a rate of change of momentum. Force കാണാതെ പഠിക്കരുത്. ആംഗിൾ വിത്ത് നോർമൽ, വിത്ത് വോൾ, വിത്ത് സർഫസ്, അതിലൊക്കെ അബദ്ധം പറ്റാം. ഓക്കെ, എനിവേ ഇനിഷ്യൽ മൊമെന്റം എടുത്ത് അതിനെ റിസോൾവ് ചെയ്ത്, ഫൈനൽ മൊമെന്റം എടുത്ത് അതിനെ റിസോൾവ് ചെയ്ത്, ഹൊറിസോണ്ടൽ മൊമെന്റം വെർട്ടിക്കൽ മൊമെന്റം സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും കറക്റ്റ് ആൻസർ കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കുകയില്ല, പക്ഷേ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ മൊമെന്റം കാണുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വന്നില്ലെങ്കിൽ 2 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അത് മറന്നുപോയവർക്ക് അതിൻ്റെ റിവിഷൻ കൊടുക്കട്ടും. ചേഞ്ച് ഇൻ മൊമെന്റത്തിൻ്റെയും ഇമ്പൾസിൻ്റെയും ഇമ്പൾസ് മൊമെന്റം തിയറിയുടെയും എഫീസിക്കൽ ഡി പി ബൈ ഡി ടി എന്ന സെക്കൻഡ് ലോയുടെ എല്ലാം ആപ്ലിക്കേഷനാണ്. ശരിയല്ലേ? വെക്ടറിൻ്റെ ചേഞ്ച്, വെക്ടറിൻ്റെ ആംഗിൾ എടുക്കുന്ന മെത്തേഡ്, ഡിഫറൻസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഷോർട്ട് കട്ട്, മൊമെന്റം ഇമ്പൾസ് തിയറി, അതിൻ്റെ റിവിഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യുന്നത് പ്രോബ്ലത്തിലൂടെ. ആൻസറിന് സിഗ്നിഫിക്കൻസ് ഇല്ല, എക്സ്പ്ലനേഷൻ, ആ ഏരിയ മുഴുവൻ നമ്മൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആവശ്യമുള്ള ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, നമ്പർ 7, കോമൺ ടൈപ്പ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഫിഗർ കണ്ട് പേടിക്കാൻ പാടില്ല. വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. Find the force exerted by a 2 kilogram block on 1 kilogram block. അല്ലേ? കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഒരു ഐഡിയ ആണ്. ഈ ഒരു കേസ് വന്നാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ആക്സിലറേഷൻ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ലൊക്കേറ്റ് ചെയ്യണം. ദർ ഇസ് ഓൺലി വൺ ഇക്വേഷൻ. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് എപ്പോഴും. സെക്കൻഡ് നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 6 minus 3 divided by 2 plus 1. And numerator gives net unbalanced force. Denominator gives total mass. Answer is 1 meter per second square is the acceleration of the entire system. 2 കിലോഗ്രാം അടങ്ങുന്ന 2 കിലോഗ്രാം 1 കിലോഗ്രാം അടങ്ങുന്ന എൻറ്റയർ സിസ്റ്റത്തിൻ്റെ കോമൺ ആയ ആക്സിലറേഷൻ 1 meter per second square ആണ്. ചോദ്യം അതല്ല, ആണോ? അല്ല ചോദ്യം. Find the force exerted by a 2 kilogram block on 1 kilogram block. 2 kilogram 1 kilogramമിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. Take it as some n. ഞാൻ ഫിഗർ എക്സ്ട്രാ വരയ്ക്കുന്നില്ല. 2 kilogram 1 kilogramമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് n ആണെങ്കിൽ to calculate n you have to take the free body diagram of the second mass. 1 kilogramമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്താൽ മതി. 1 kilogramമിൽ n റൈറ്റിലോട്ടല്ലേ, 3 ന്യൂട്ടൺ ലെഫ്റ്റിലോട്ടല്ലേ, ആക്സിലേഷൻ റൈറ്റിലേക്കല്ലേ. സോ n ഈസ് ലീഡിങ്. ലെഫ്റ്റിലേക്കുള്ള 3 ന്യൂട്ടനേക്കാളും n ലീഡിങ് ആയതുകൊണ്ടാണ് സിസ്റ്റം റൈറ്റിലേക്ക് പോകുക. സോ n മൈനസ് 3 is equal to 1 into a എന്ന് കിട്ടും. പുതിയ ഫോർമുല ഉണ്ടോ? ഇല്ല. നെറ്റ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് ബോഡി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. രണ്ടാമത്തെ ബോഡിയിലെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ അതിൻ്റെ മാസിനെ ആക്സിലറേഷൻ കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുന്നു. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 90% പ്രോബ്ലവും എഫീസിക്കൽ MA വെച്ച് ചെയ്യാം. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മതി, ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ കഴിഞ്ഞാൽ മതി, ടെൻഷനെ മാർക്ക് ചെയ്യാൻ അറിയണം, ആരോ മാർക്ക് തെറ്റാതെ, ഗ്രാവിറ്റിയെ മാർക്ക് ചെയ്യാൻ അറിയണം, നോർമൽ റിയാക്ഷനെ മാർക്ക് ചെയ്യാൻ അറിയണം, പിന്നെ സ്പ്രിംഗ് ഫോഴ്സ് ആവശ്യമെന്ന് മാർക്ക് ചെയ്യാൻ അറിയണം, ഫ്രിക്ഷൻ്റെ സിറ്റുവേഷൻ നോക്കി മാർക്ക് ചെയ്യാൻ അറിയണം. 5 ഫോഴ്സുകൾ, ഒരു കോണ്ടാക്ട് ഫോഴ്സും ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സും ബാക്കി 4 കോണ്ടാക്ട് ഫോഴ്സുകളും മാന്യമായിട്ട് റിജിഡ് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ അറിയുക, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതല്ലാതെ നമ്മളോട് യൂസ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് n? ആൻസർ ഈസ് വെരി സിമ്പിൾ. എയുടെ വാല്യൂ 1 അല്ലേ. സോ n ഈസ് ഈക്വൽ ടു 1 + 3 4 ന്യൂട്ടൺ എന്ന് കിട്ടും. ഫൈനൽ ആൻസർ സിഗ്നിഫിക്കൻസ് ഇല്ല കേട്ടോ. അതൊക്കെ എപ്പം വേണമെങ്കിലും മാറാം, മാസ് മാറും. ഫൈനൽ ആൻസർ അല്ല, പഠിപ്പിച്ച ഐഡിയ. 3 ബോഡി വന്നാലും 4 ബോഡി വന്നാലും
ടോട്ടൽ സിസ്റ്റം എടുക്കുക, അതിന്റെ ആക്സിലറേഷൻ ലൊക്കേറ്റ് ചെയ്യുക, ഏത് ഫോഴ്സ് ആണ് വേണ്ടത്, ആ ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുക. ആൻഡ് നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. മെഡിക്കൽ ബാച്ചുകാർ ഈ ഐറ്റത്തിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടോപ്പിക്കിന്റെ ഐഡിയ ഞാൻ ബാക്കി പറയുന്ന കേസുകളൊക്കെ വെച്ചിട്ടാണ് കൂടുതലും വരിക. നെക്സ്റ്റ് വൺ, നമ്പർ 8, എമർജൻസി സിറ്റുവേഷൻ, മൊമെന്റം കൺസർവേഷൻ, എക്സ്പ്ലോഷൻ ആണ്. ഓക്കെ, വായിക്കാം. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി u at an theta with the horizontal. At the highest point, it splits into 3 segments m, m and 2m. 3 പേർക്ക് ഒരേ മാസ് അല്ല. First part falls vertically down with 0 initial velocity. The second part retains the same path to this point of projection. The velocity of third part of mass 2m just after explosion will be. Explosion takes place at the highest point of the trajectory, and if u is the initial velocity, theta is the angle of projection. Momentum at the topmost point can be taken as some 4m into u cos theta. Total mass can be taken as 4m. m, m, 2m എന്നല്ല സ്പ്ലിറ്റ് ചെയ്തേ. ടോട്ടൽ മാസ് 4m എന്ന് എടുക്കാം. 4m into u cos theta. ഹയസ്റ്റ് പോയിന്റിൽ ബോഡിക്ക് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ കോമ്പോണന്റ് ഇല്ല. And now it splits into 3 fragments. ഒരു പാർട്ട് ഡയറക്റ്റ് താഴേക്കാണ്. And its initial momentum can be taken as 0. And second piece retraces. Retraces means എന്താണ്? അത് പഴയ പോയിന്റ് വന്ന് വീഴണം എങ്കിൽ പഴയ വെലോസിറ്റി ഉണ്ടാവണം. ഏതാ വെലോസിറ്റി? യു കോസ് തീറ്റയാണ് വെലോസിറ്റി. യു കോസ് തീറ്റയാണ് വെലോസിറ്റി. അതിന്റെ മാസ് m ആണ്. സോ മൈനസ് m ഇൻടു യു കോസ് തീറ്റ ഈസ് ദ മൊമെന്റം ഓഫ് ദ റീട്രേസിംഗ് പീസ്. ഹയസ്റ്റ് പോയിന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിലെ രണ്ടാമത്തെ പീസിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ഇനിഷ്യൽ മൊമെന്റത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അത് റീട്രേസ് ഇവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മൊമെന്റം മൈനസ് എം യു കോസ് തീറ്റ, വെലോസിറ്റി മൈനസ് യു കോസ് തീറ്റ ആയിരിക്കണം. അതിന്റെ മാസ് m ആണ്. ഇതിന്റെ m into 0 എന്ന് കിട്ടും. It is falling freely from the topmost point means after explosion its momentum can be taken as 0. After explosion its momentum can be taken as 0. And how will you apply momentum conservation? Total linear momentum just before explosion is equal to total linear momentum just after explosion. There is 4mu cos theta is equal to minus mu cos theta പ്ലസ് മൂന്നാമത്തെ പീസിന്റെ മാസ് അറിയാം, അതിന്റെ വെലോസിറ്റി അറിയില്ല, പ്ലസ് 2m ഇൻറ്റു v എന്നെടുക്കാം. v ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. v ആണ് കണ്ടുപിടിക്കേണ്ടത്. അതറിയില്ല, അതിന്റെ മാസ് അറിയാം, 2m ആണ്, വെലോസിറ്റി അറിയില്ല. റൈറ്റ് സൈഡ് എന്താ? ടോട്ടൽ മൊമെന്റം ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ, ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് എന്താ? total momentum just before collision. Question is based on a conservation of linear momentum in the absence of external force. Explosion is always from internal force. External force in the absence il പ്രോഗ്രാമിന് മുമ്പുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റം പ്രോഗ്രാമിന് ശേഷമുള്ള ലീനിയർ മൊമെന്റത്തിനോട് ഈക്വൽ ആയിരിക്കുമെന്ന്. ആൻഡ് ഓൺ റീഅറേഞ്ചിങ് 2mv is equal to 5mu cos theta എന്ന് കിട്ടും. m cancels, v is equal to 5/2u cos theta. Fourth option is the right answer. Very good situation. Momentum conservation portion എന്ന എക്സാമ്പിൾ വെച്ചിട്ടാണ് 5/2u cos theta is the momentum of the third piece just after explosion. ഈ മോഡലിലും ഇത് ബൈഹാർട്ട് ചെയ്യരുത്. മാസ്, അതിൻ്റെ സിമ്പിൾ, വാല്യൂ, ഈക്വൽ മാസ്, അൺഈക്വൽ ഫ്രാഗ്മെന്റ്സ് ഒക്കെ ചേഞ്ച് വരാം. ആംഗിളിൻ്റെ വാല്യൂ തരാം, അത് വെച്ച് കാൽക്കുലേഷൻ ചോദിക്കാം. ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. മൊമെന്റം കൺസർവേഷന് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ്, പ്രൊജക്ടൈൽ പാത്ത് ഉണ്ടോ, അതിൻ്റെ റേഞ്ച് ആയിട്ട് കണക്ട് ചെയ്ത ഫോർമുല, അതൊക്കെ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് അത്രയും എടുക്കാനുള്ള ടൈം നമുക്ക് തന്നിട്ടില്ല. എന്നാലും എമർജൻസി ആയ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരെണ്ണം, ഒരു കാറ്റഗറിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റ്, വെരി 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 ഇമ്പോർട്ടൻസ്. ഒഴിവാക്കാൻ പാടില്ല. സിമ്പിൾ ആണെന്ന് കരുതി നമ്മൾ ഒഴിവാക്കുന്ന കേസ്, അത് വളരെ ഫാസ്റ്റായിട്ട് ആൻസർ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. m into g plus a, m into g minus a, m into g
motion of a body inside a lift. If the lift is at rest or in uniform motion, then a tension of the cable is equal to m into g എന്നാണ്. ശരിയല്ലേ? The lift is moving up with uniform acceleration, then tension is equal to m into g plus a. If it is moving up with negative acceleration, m into g minus a, or falling down with an acceleration, then again m into g minus a. Upward motion ആണെങ്കിൽ m into g plus a എടുക്കാം. ഇവിടെ എന്താ പ്രത്യേകത? The total mass of the passengers and the lift is 1500 kilogram. Variation of the speed of the lift is given with the time. Time അനുസരിച്ച് സ്പീഡിന് വരുന്ന വേരിയേഷൻ തന്നിരിക്കുന്നു. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. നെക്സ്റ്റ് 8 സെക്കൻഡ്സിൽ യൂണിഫോം വെലോസിറ്റി ആണ്. ലാസ്റ്റ് 2 സെക്കൻഡ്സിൽ യൂണിഫോം ഡീസെലറേഷൻ ആണ്. ഉണ്ടോ? ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. അടുത്ത 8 സെക്കൻഡ്സിൽ യൂണിഫോം വെലോസിറ്റി ആണ്. ലാസ്റ്റ് 2 സെക്കൻഡ്സിൽ യൂണിഫോം ഡീസെലറേഷൻ ആണ്. സോ ആദ്യ 2 സെക്കൻഡ്സിൽ ടെൻഷൻ കണ്ടുപിടിക്കുന്നത് m into g plus a വെച്ചിട്ടാണ്. എ കണ്ടുപിടിക്കണം. എ ക്യാൻ ബി ടേക്കൺ ഫ്രം എന്താ? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെച്ച് ആക്സിലറേഷൻ ലൊക്കേറ്റ് ചെയ്യാം. 2 to 10 seconds ആക്സിലറേഷൻ 0, യൂണിഫോം വെലോസിറ്റി ആണ്. ടെൻഷൻ ഇസ് ഈക്വൽ ടു mg ആണ്, നോ ഡൗട്ട്സ്. ആൻഡ് ലാസ്റ്റ് 2 seconds സ്ലോപ്പ് ഇസ് നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റൻസ്. സോ എ നെഗറ്റീവ് ആണ്. ആ എ കണ്ടുപിടിക്കുക. ആൻസർ ഈസ് m into g മൈനസ് എ എന്ന് എടുക്കുക. അതാണ് ആദ്യ കേസിൽ m into g plus a, അടുത്ത കേസിൽ m into g, അടുത്ത കേസിൽ m into g മൈനസ് എ എന്നാണ് എടുക്കേണ്ടത്. എല്ലാം എയുടെ മാഗ്നിറ്റ്യൂഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3 കേസും ഗ്രാഫിൽ വരുന്നത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. 3 കേസും ഗ്രാഫിൽ വരുന്നത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ദ വേരിയേഷൻ ഓഫ് സ്പീഡ് ഓഫ് ദി ലിഫ്റ്റ് ഈസ് ഗിവൺ. ടെൻഷൻ ഇൻ ദ റോപ്പ് പുള്ളിങ് ദ ലിഫ്റ്റ് അറ്റ് t equal 11 seconds എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ്. ആൻഡ് t is given by the equation m into g minus a, where a is the magnitude of the acceleration. നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നെഗറ്റീവ് ഇട്ടേക്കരുതേ, എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എ എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ tan തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 3.6 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു 1500 ഇൻറ്റു ജിക്ക് നമുക്ക് എത്ര എടുക്കാം? 9.8 എടുക്കാം. 9.8 മൈനസ് 1.8 എന്ന് കിട്ടും. 9.8 എടുത്താൽ 9.8 മൈനസ് 1.8 8 ആണ്. 8 into 1500 ആണ്. ഐ തിങ്ക് ആൻസർ ഈസ് 12,000 ന്യൂട്ടൺ ആണ്. ആൻസറിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ടെൻഷൻ ഇസ് ഈക്വൽ m into g plus a. യൂണിഫോം വെലോസിറ്റി ഓർ റെസ്റ്റ്, ദെൻ ടെൻഷൻ ഇസ് ഈക്വൽ mg. യൂണിഫോംലി ഡിസെലറേറ്റഡ് മോഷൻ, ടെൻഷൻ ഇസ് ഈക്വൽ m into g minus a. ആ 3 കേസ് മറന്നു പോകരുത്. ഓക്കെ, അതിന് തിയറി, ആ സിറ്റുവേഷൻ, മാസ് മാറാം, ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാം, അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് മാറാം. ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചത് ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തിട്ടാണ്. 0 to 2 സ്ലോപ്പ് കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണ്. 2 to 10 സ്ലോപ്പ് 0 ആണ്. 10 to 12 സ്ലോപ്പ് കോൺസ്റ്റന്റ് നെഗറ്റീവ് ആണ്. VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണെന്ന ഐഡിയ അറിയണം. സ്ലോപ്പിൻ്റെ വേരിയേഷൻ അറിയണം. ടെൻഷൻ കാണാൻ m into g minus a യൂസ് ചെയ്യുന്ന കേസ് അറിയണം. ചെറിയ ക്വസ്റ്റ്യൻ അല്ല, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഐഡിയ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, അതേ കാറ്റഗറിയിൽ മങ്കി റോപ്പ് പ്രോബ്ലം. മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റിന് ഇക്വലന്റ് ആയ അടുത്ത സിറ്റുവേഷനാണ്. എ മങ്കി ഓഫ് മാസ് 40 kilogram ക്ലൈംസ് അപ്പ് എ റോപ്പ് ഓഫ് ബ്രേക്കിംഗ് ലോഡ് 600 Newton മീൻസ് the maximum tension that can be applied to the string is only 600 Newton. 600 Newton വരെ അപ്ലൈ ചെയ്യാവുന്ന ടെൻഷന് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ വാല്യൂ ആണ്. T maximum is equal to m into g plus a is equal to T maximum is equal to m into g plus a is equal to 600 എന്ന് കിട്ടും. അവിടുന്ന് എ മാക്സിമം ആക്സിലറേഷൻ വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ക്ലൈംബ് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ സ്ട്രിങ്. റോപ്പ് പൊട്ടാതെ കയറി പോകാവുന്ന ആക്സിലറേഷൻ ഏറ്റവും കൂടിയ വാല്യൂ നമുക്ക് കിട്ടും. അതാ റോപ്പ് ബ്രേക്ക് ചെയ്യാതെ മങ്കിക്ക് കയറി പോകാവുന്ന ആക്സിലറേഷൻ്റെ ഏറ്റവും കൂടിയ വാല്യൂ ആണ്. ബ്രേക്കിംഗ് ലോഡ് മീൻസ് 601 ന്യൂട്ടൺ ഫോഴ്സ് കയറിയാൽ ഇറ്റ് വിൽ ബ്രേക്ക് എന്നാണ്. മാക്സിമം വരാവുന്ന 600 വരെയാണ്. മാസ് ഓഫ് ദ മങ്കീസ് 40 kilogram. 40 into ജിക്ക് 10 എടുക്കാം അല്ലേ. 40 into 10 plus a is equal to 600 എന്ന് കിട്ടും. or 600 is equal to 400 plus 40a എന്നാണ് വരിക. 40a is equal to 200 എന്ന് കിട്ടും.
A is equal to 5 meter per second square. Calculation എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. കാര്യമായ സിഗ്നിഫിക്കൻസ് ഇല്ല. A maximum അതാ വെറുമേ അല്ല. A maximum നോട്ട് ചെയ്യാം. What do you mean by that? The maximum A with which it can climb the given rope without breaking. ഇതിൽ കൂടിയ A പോസിബിൾ അല്ല എന്നാണ്. ആൻസർ ആയില്ല. ഒരു ഐഡിയ കൂടെ ഉണ്ട് അല്ലേ? ചോദ്യം അതല്ലല്ലോ. Then the time taken by the monkey to climb up the rope of length 10 meter. 10 മീറ്റർ മുകളിൽ കയറാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. യൂസ് ചെയ്യാവുന്ന എയുടെ ഏറ്റവും കൂടിയ വാല്യൂ ഇതല്ലേ? Time taken to cover a distance s starting from rest is given by root 2s by a. From the equation s is equal to t plus half a t square. Initially 0 എന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. മാക്സിമം കൊടുക്കുന്ന എയുടെ വാല്യൂ ഇതാണ്. s എന്ന റോപ്പിന്റെ ലെങ്ത് കവർ ചെയ്യണം. So t is equal to root 2s by a. Root 2s by a ആണ്. So t is equal to root of 2 into റോപ്പിന്റെ ലെങ്ത് 10 അല്ലേ? ഇത് 5 അല്ലേ? 10 by 5 2 into 2 4 ന്റെ റൂട്ട് ആൻസർ ഈസ് സിംപ്ലി 2 seconds എന്ന് കിട്ടും. നോട്ട് ചെയ്യാം. വലിയ ഐഡിയ അല്ല. മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് ലിഫ്റ്റിന്റെ കറസ്പോണ്ടിങ് ആയ അടുത്ത പോസിബിലിറ്റിയാണ് അല്ലെ മങ്കി റോപ്പ് പ്രോബ്ലം എന്ന് പറയും. മാക്സിമം ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ ടെൻഷന് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ വാല്യൂ ആണ്. അത് അപ്ലൈ ചെയ്താൽ ആക്സിലറേഷൻ വരാവുന്ന ഏറ്റവും കൂടിയ വാല്യൂ കിട്ടും. ആ വാല്യൂവിൽ കയറിപ്പോയാൽ മിനിമം ടൈം when he climbs up with the maximum acceleration the time taken will be minimum. ഏറ്റവും കൂടിയ എയിൽ പോയാൽ ടൈം ലീസ്റ്റ് ആയിരിക്കും. മിനിമം ടൈം ടു കവർ ദ ലെങ്ത്. 10 മീറ്റർ നീളമുള്ള റോപ്പിന്റെ ഫ്രീ എൻഡിൽ നിന്ന് രണ്ടാമത്തെ എൻഡ് വരെ കയറിപ്പോകാൻ ആവശ്യമായ ടൈമിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ഒരു സ്റ്റെപ്പോട് ചെയ്യണമെന്ന് മാത്രം. ഈ ഒരു രണ്ട് ടൈപ്പ് മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റും മങ്കി റോപ്പ് പ്രോബ്ലവും സിലബസിലുള്ളതാണ്, മറന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് വൺ. A player kicks a 0.5 kilogram football and gives a velocity of 10 meter per second starting from rest. The contact between them lasts for 1/50 seconds. What is the force of impact? Impulse momentum theory. The very large force acting on a body for a short time interval. It is measured as a product of force and time interval. And it is also equal to change in momentum of the body. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സിലബസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഇമ്പൾസ് മൊമെന്റം തിയറി. ഫിസിക്കൽ MA വെച്ച് 90% പ്രോബ്ലം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ വരാവുന്ന 3-4 കോൺസെപ്റ്റിൽ ഒരെണ്ണമാണ് ഇമ്പൾസ് മൊമെന്റം തിയറി. ഇമ്പൾസ് ഇസ് ഈക്വൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഡെൽറ്റ പി ഇസ് ഓൾസോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻ്റർവൽ ആണ്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. മാസ് ഇസ് ഗിവൺ. Initial from rest ആണ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ആക്ച്വലി m into v is equal to f into delta time എന്ന് കിട്ടും. f is equal to m into v divided by the small time interval. Change in momentum by time interval, rate of change of momentum. Actually this leads to second law തന്നെയാണ്. Mass is given 0.5 kilogram. 0.5 into velocity is 10 meter per second and time taken is 1/50 seconds. And on rearranging, I think the answer is 250 Newton. Calculation വേണ്ടി സമയം കളയാനില്ല. Impulse momentum theory എന്താ? Impulse is a product of force and time interval. Impulse is effect of a large force acting on a body for a short time interval. Impulse is equal to change in momentum of the body. A change in momentum means final momentum minus initial momentum. Impulsive force means a rate of change of momentum. A change in momentum. Impulse by time എടുത്താൽ കിട്ടുന്ന ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ബാറ്റയിൽ ബോൾ ഇടിച്ചിട്ട് റീബൗണ്ട് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞത് ഈ ഒരു ഐറ്റത്തിലാണ്. സോ സിലബസിനകത്ത് മറന്നു പോകരുതാത്ത അടുത്ത പോയിന്റ്സ് അത് ഞാൻ ഉറപ്പ് തരുന്നു. ടോപ്പിക്ക് തീരുമ്പോൾ 2 ടോപ്പിക്കിൽ അത്യാവശ്യ ഐഡിയ നമ്മൾ കവർ ചെയ്തിരിക്കും. തിയറിയിൽ അത്രയൊക്കെ മതിയാകും. ആ ടൈപ്പ് പ്രോബ്ലങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ. A block of mass m placed on a smooth wedge of inclination theta. The whole system is accelerated horizontally so that the block does not slip on the wedge. The force exerted by the wedge on the block has a magnitude. ഈ പ്രോബ്ലമൊക്കെ പിള്ളേർ സ്യൂഡോ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അതിലേക്കൊന്നും പോകാനില്ല. ഹൊറിസോണ്ടലായ സർഫസിൽ ഒരു വെഡ്ജ് ഷേപ്ഡ് ബോഡി വെച്ചിരിക്കുന്നു. അതിൻ്റെ സർഫസിൽ ഒരു ബോക്സ് ആൻഡ് the system is accelerating horizontally using a force F.
A is the magnitude of acceleration. പല രീതി ചോദിക്കുമ്പോൾ പിള്ളേരത് വെറുതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ദർ ഇസ് നോ വെർട്ടിക്കൽ മോഷൻ ഫോർ ദിസ് ബോഡി. ഈ ബോഡി ഇക്വിലിബ്രിയം അല്ല, ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് ഫോർവേഡ്. അതായത് വെഡ്ജ് പോകുന്ന അതേ ഏയിൽ ഈ ബോഡി ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി അത് ഇക്വിലിബ്രിയം അല്ല, ബട്ട് വെർട്ടിക്കലി അത് ഇക്വിലിബ്രിയമാണ്. mg, the weight of the body is acting vertically down. The normal contact force n is to be calculated. എന്നാണ് ക്വസ്റ്റ്യൻ. വെഡ്ജ് ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സ്, വെഡ്ജ് ബോഡിയിൽ നോർമലി ഒരു ഫോഴ്സ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ആ നോർമൽ ഫോഴ്സിന്റെ ഒരു കോമ്പോണന്റ് ആണ് അതിനാവശ്യമായ സഫീഷ്യന്റ് ആക്സിലറേഷൻ തരിക. രണ്ടാമത്തെ കോമ്പോണന്റ് ആണ് mg യെ വെർട്ടിക്കൽ മോഷനെ പ്രിവെന്റ് ചെയ്യുക. നോർമൽ റിയാക്ഷന്റെ ഒരു കോമ്പോണന്റ് ബോഡിക്ക് ആവശ്യമായ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യും, സെക്കൻഡ് കോമ്പോണന്റ് വെർട്ടിക്കൽ മോഷനെ പ്രിവെന്റ് ചെയ്യും, mg യെ ബാലൻസ് ചെയ്യും. സോ വി കൻ ഇക്വേറ്റ് ദ കോമ്പോണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ വിത്ത് mg. അത് n cos തീറ്റയാണോ n sin തീറ്റയാണോ തീരുമാനിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. സോ ആക്ച്വലി ഇത് n cos തീറ്റയാണ്. അതെങ്ങനെയാണ് തീറ്റയായതെന്നൊക്കെ പിന്നെ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. ഞാൻ അതിൻ്റെ ജിയോമെട്രിയിലേക്ക് പോകുന്നില്ല. Now we can equate n cos theta is simply equal to mg, or n is equal to mg by cos theta is the correct answer. ഇത് വെച്ച് ടൈം വേസ്റ്റ് ആക്കാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. സ്യൂഡോ ഫോഴ്സിലേക്കോ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്കൊന്നും പോയി അല്ല നീറ്റ് സിലബസിൽ കവർ ചെയ്യേണ്ടത്. കൃത്യമായിട്ടും സിമ്പിളായ ഒരു ഐഡിയ, എന്നിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് mg യെ ബാലൻസ് ചെയ്യും എന്ന് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. വെഡ്ജിൻ്റെ സർഫസിൽ ബോഡി വെച്ചിട്ട് ടോട്ടലി സിസ്റ്റം ഹൊറിസോണ്ടലി ആക്സിലറേറ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ എന്നിന്റെ സൈൻ കമ്പോണന്റ് എം എയോട് ഇക്വേറ്റ് ചെയ്യാം. n sin തീറ്റ ഇസിക്കൽ എം എ കിട്ടും, n cos തീറ്റ mg കിട്ടും, അവിടുന്ന് a ഇസിക്കൽ g tan തീറ്റ കിട്ടും. എയുടെ വാല്യൂ g tan തീറ്റ കണ്ടിട്ട് f കണ്ടുപിടിക്കുക, m പ്ലസ് എമ്മിന്റെ g tan തീറ്റ. അതൊക്കെ പിന്നെ വരുന്ന കേസുകളാണ്, അതൊക്കെ ഫെമിലിയർ ആയിരിക്കാം. ഇവിടെ ഏറ്റവും ഷോർട്ടായിട്ട് എന്നിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് mg യോട് ഈക്വൽ ആണ്. സിൻസ് ദർ ഈസ് നോ വെർട്ടിക്കൽ ആക്സിലറേഷൻ ഫോർ ദ ബോഡി, ബട്ട് ബോഡി ഈസ് ആക്സിലറേറ്റിംഗ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ബാലൻസ്ഡ് അല്ല, വെർട്ടിക്കൽ ഫോഴ്സുകൾ ബാലൻസ്ഡ് ആണ്. ഫ്രിക്ഷന്റെ വളരെ ഫെമിലിയർ ആയ ഒരു ആപ്ലിക്കേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് mu. മിനിമം ഫോഴ്സ് എഫ് വിത്ത് വിച്ച് എ ബി പുഷ്ഡ്. ആക്ച്വലി ഈ ബ്ലോക്കിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. സ്മോളർ മാസ് mg. And friction prevents its sliding. Friction ആണ് അതിന്റെ സ്ലൈഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക. That can be taken as mu into n. And system is accelerating in the forward line. A എന്ന വാല്യൂവിൽ സിസ്റ്റം ഫ്രണ്ടിലേക്ക് പോകുന്നു. ഓക്കെ, എയിൽ ടോട്ടലി സിസ്റ്റം ഫ്രണ്ടിലേക്ക് പോകുന്നു. Coefficient of friction between A and B is mu. The minimum force F with which A will be pushed such that B will not slip. B താഴെ പോകരുതെന്നല്ലേ. അപ്പോൾ mg is equal to mu into n ആണ്. mg is equal to mu into n. Vertically there is no acceleration, but n is equal to small m into a. Horizontally ബ്ലോക്കിന് ആക്സിലറേഷൻ ഉണ്ട്, n ഡയറക്റ്റ് ആയിട്ടും ബോഡിക്ക് ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ n a ഇടാം. സോ mg is equal to mu into ma എന്ന് കിട്ടും. m ക്യാൻസൽ ആകും, a is equal to g by mu എന്നാണ് കിട്ടുക. a is equal to g by mu. ചോദ്യം അതല്ല. f എന്തിനു വേണ്ടിയാണ്? f is used to accelerate the entire system. ക്യാപിറ്റൽ മാസ് ഉള്ള വലിയ ബോഡിയും സ്മോളർ മാസ് ഉള്ള ചെറിയ ബോഡിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ആവശ്യമായ എഫിന്റെ വാല്യൂ ആണ് ചോദ്യം. സോ f is actually m plus m into a. That is the acceleration of the entire system. You can rewrite a as g by mu, and answer is m plus m into g by mu. Third option can be taken as the right answer. Check ചെയ്തോണം കേട്ടോ. a g by mu ആണ്, m plus m into mg യെ mu n വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. n ma യോട് ഈക്വൽ ആണ്. സോ mg is equal to mu into ma ആണ്. സോ a is equal to g by mu എന്ന് കിട്ടും. m plus m into a can be replaced by g by mu. ഇതും ഫ്രിക്ഷൻ വെർട്ടിക്കൽ സർഫസ് വെച്ചിട്ടുള്ള ഫ്രിക്ഷൻ ഹൊറിസോണ്ടൽ സർഫസ് 1, ഇൻക്ലൈൻഡ് സർഫസ് 2, വെർട്ടിക്കൽ സർഫസ് 3. ഈ വെർട്ടിക്കൽ സർഫസ് ഒക്കെ ബേസിക് കാര്യം വെച്ച് മാത്രമേ ചോദ്യം വരുള്ളൂ, അതിൻ്റെ ഹയർ ആപ്ലിക്കേഷൻ വരികയില്ല. മിനിമം ഈ ഒരു ഐഡിയ, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ഒരു കോൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. 14
സിമ്പിളാ, ചെയ്യാനേ ഇല്ല. ഇത് ആക്ച്വലി ഒരു ബേസിക് സർക്കുലർ മോഷൻ അല്ലേ. A particle of mass is moving in a circular path of radius r with a uniform speed v. What do you mean by that? Uniform means velocity remains constant. No, speed remains constant. The motion of a particle along the circumference of a circle with a constant speed. Even though the speed remains constant, the direction of velocity changes at every instant. So the യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസുകൾ നമ്മൾ മോഷനെ പ്ലെയിൻ എന്ന ടോപ്പിക്കിലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ഐഡിയ മുഴുവൻ കവർ ചെയ്തിരിക്കണം കേട്ടോ. ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ആരൊക്കെ വേരിയബിൾ ആണ്, ആരൊക്കെ ടാൻജൻഷ്യലി ഉണ്ട്, ആരൊക്കെ സെൻറ്ററിലേക്ക് ഉണ്ട്, ആരൊക്കെ റേഡിയലി ആണ്, ആരൊക്കെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ആരൊക്കെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, ആരൊക്കെ ആക്സിയൽ വെക്റ്റേഴ്സ് ഉണ്ടാവും, ആരൊക്കെ പാരലലാണ്, ആരൊക്കെ പെർപെൻഡിക്കുലർ ആണ്. ഇതെല്ലാം കൃത്യമായിട്ട് അറിയണം. അതാ യൂണിഫോം സർക്കുലർ മോഷൻ മീൻസ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നല്ലല്ലോ, കോൺസ്റ്റന്റ് സ്പീഡ് എന്നല്ലേ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ദ റിക്വയർഡ് റിസൾട്ട്. ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ആരാണ്? അത് ഫോഴ്സ് അല്ലേ. ആൻഡ് ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ബോഡി ഈസ് centripetal, which is given by the equation F is equal to mv square by r. Since the motion is uniformly accelerated, ശരിയല്ലേ? യൂണിഫോം എന്ന് പറയുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിഫോം ആണ്, ഡയറക്ഷൻ ചേഞ്ച് ഉണ്ട്. ആ ഫോഴ്സ് mv സ്ക്വയർ ബൈ ആർ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ചോദിക്കുമ്പോൾ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ പോരെ. 0 അല്ല, കോൺസ്റ്റന്റും അല്ല. വൈ? ഡയറക്ഷൻ ചേഞ്ചസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്പീഡും അല്ല, സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. തേർഡ് ഓപ്ഷൻ ക്യാൻ ബി ടേക്കൺ ആസ് ദ റൈറ്റ് ആൻസർ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും, കോൺസ്റ്റന്റ് അല്ല. വൈ? ഡയറക്ഷൻ ചേഞ്ചസ്, റേഡിയൽ വെക്ടർ ആണ്, സർക്കംഫറൻസിൽ നിന്ന് സെന്ററിലേക്ക് ആക്ട് ചെയ്യും. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പ്രീവിയസ് ക്ലാസ്സിലൊന്ന് വന്നിട്ടുണ്ട്. കോണ്ടാക്ട് ബോഡികളിൽ വളരെ എമർജൻസിയായ മറ്റൊരു കേസ് മറന്നു പോകരുത്. 2 blocks M are each M are moving vertically down under the influence of an external force. ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എങ്ങാനും ആവശ്യപ്പെട്ടാൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ 2 ബോഡികളുടെ വെയിറ്റ് അത് താഴേക്ക് ആക്ട് ചെയ്യും. അതുകൂടാതെ ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു 2 mg. സോ 2 mg പ്ലസ് 2 mg ഡിവൈഡഡ് ബൈ 2m എന്നാണ് കിട്ടുക. വാട്ട് അബൌട്ട് ദി ന്യൂമറേറ്റർ? നെറ്റ് unbalanced force, all are acting vertically down by total mass, and I think it is 2g എന്ന് കിട്ടും. It is not an example for a freely falling body. ആ സിസ്റ്റം ഒന്നിച്ച് 2g എന്ന് പറയുന്ന വാല്യൂവിൽ, സിസ്റ്റം ഒന്നിച്ച് 2g എന്ന് പറയുന്ന വാല്യൂവിൽ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ്. സിസ്റ്റം ഒന്നിച്ച് 2g എന്ന് പറയുന്ന വാല്യൂവിൽ താഴേക്ക് പോരും. ഉണ്ടോ? Both blocks move in combination with a velocity with an acceleration 2g is the right answer, but still there is one more answer. A contact force between the blocks. Contact force അറിയണമെങ്കിൽ here we can put an n, or n ഇടാം. Contact force, what's the meaning of that n? upper body lower ബോഡിയിലേക്ക് നോർമലി കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ. അപ്പർ ബോഡി ലോവർ ബോഡിയിലേക്ക് നോർമലി n കൊടുക്കുമ്പോൾ ലോവർ ബോഡിക്ക് mg എന്ന വെയിറ്റ് കൂടി ഉള്ളതിനാൽ total downward force on the lower body is actually n plus mg, that is equal to m into a എന്ന് കിട്ടും. Again the same result, net unbalanced force is equal to total mass into acceleration ആണ്. So n plus mg is equal to ma, a is actually 2g, so n plus mg is equal to 2 mg എന്ന് കിട്ടും, or n is equal to mg എന്ന് കിട്ടും. So this choice is also correct. Contact force is also mg. Normal force mg ആണ്. add value 2g ആണ്. Net unbalanced force by total mass will give acceleration. Net force by total mass second law വെച്ച് F is equal to ma വെച്ച് ഈ മോഡൽ വരാവുന്ന എല്ലാ വെറൈറ്റി പ്രോബ്ലങ്ങളും വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് ചെയ്ത് പഠിച്ച സമയം കളയാനില്ല. കൃത്യമായിട്ട് ഫോഴ്സുകൾ മാർക്ക് ചെയ്യാനും നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനും അത് അൺബാലൻസ്ഡ് ഫോഴ്സിലേക്ക് മാറ്റാനും കഴിഞ്ഞാൽ മതി. സിമ്പിളായ സ്റ്റേറ്റ്മെന്റുകളാണ്.
In which of the following cases the net force is not zero? Net force 0 എന്നാൽ ആ കേസിനെ വിളിക്കുന്നത് equilibrium ആണ്. And question is related to the program equilibrium. When number of forces are acting on a body such that the vector sum is 0, then the body is either at rest or in uniform motion. That's a condition for a translatory equilibrium. ഒരു ബോഡിയിൽ രണ്ടോ അതിൽ കൂടുതൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാം കൂടെ വെക്ടർ സം എടുക്കുമ്പോൾ 0 കിട്ടുകയും ചെയ്താൽ ആ ബോഡി ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. Here we have to identify which of the following cases the net force is not 0. അതിന്റെ മീനിങ് എന്താ? ഇക്വിലിബ്രിയം അല്ലാത്ത ബോഡിയാണ് ചോദ്യം. Not 0. First body is actually in equilibrium. Why? Stationary means net force is 0. Second body freely falling means its acceleration is g. ഏത് വാല്യൂ g ആണെങ്കിൽ അതിൽ നെറ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ടല്ലേ നെറ്റ് ഫോഴ്സ് mg അല്ലേ, അത് ഇക്വിലിബ്രിയം ആണോ? അല്ല. Aeroplane is rising at an angle 45 degree with constant speed. 45 degree means direction remains same, speed remains same, direction remains same, velocity remains same. There is no change in velocity, there is no acceleration, net force is 0 and that body is under equilibrium. And a cork floating means net force is 0. Stationary means net force is 0. Direction and magnitude remains constant means net force is 0. Net force 0 വരാത്ത ഒരൊറ്റ എക്സാമ്പിൾ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ mg എന്ന് പറയപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. A 5 kilogram body fired vertically up with a speed 200 meters per second. Just before it hits the ground, its speed is 150 meters per second. Over the entire trip, the work done by gravity is work done by all forces is equal to a change in kinetic energy എന്നാ. ശരിയല്ലേ? Work done by all forces is equal to a change in kinetic energy. ഗ്രൗണ്ടിൽ നിന്ന് ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ബോഡി ഗ്രൗണ്ടിലേക്ക് വരുന്നു, u എന്ന വെലോസിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നു, u എന്ന വെലോസിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നു, v എന്ന വെലോസിറ്റി ഗ്രൗണ്ടിൽ വന്ന് വീഴുന്നു എന്നാ. V is less than u, so work done by all forces is equal to half m into v square minus u square എന്ന് കിട്ടും. Work done by all forces is equal to half m into v square minus u square എന്ന് കിട്ടും. നമുക്ക് v യുടെ വാല്യൂ അറിയാം, u ന്റെ വാല്യൂ 200 ആണ്, v യുടെ വാല്യൂ 150 ആണ്. Mass is given as 5 kilogram. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ വരിക. But the answer is incorrect. അബദ്ധം പറ്റാവുന്ന വളരെ ഫെമിലിയർ ആകേണ്ട ഒരു കേസ്. ഇത് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. അതിന് മീനിങ് ചെയ്ത വാല്യൂ കറക്റ്റ് ആണ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഓൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാവിറ്റി കൂടാതെ വേറെ ആളുടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? നോർമലി അത് എയറിന്റെ റെസിസ്റ്റൻസ് ആവാം. ഗ്രാവിറ്റി എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് കൂടാതെ മറ്റൊരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് വി യുവിനോട് ഈക്വൽ ആകാതെ പോയത്. സോ വർക്ക് ചെയ്തത് ഗ്രാവിറ്റി മാത്രമല്ല, എയറിന്റെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ആ ലോസ് അതുമൂലം ഉള്ളതാണ്. നമ്മളോട് ആവശ്യപ്പെട്ടത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയാണ്. ആൻസർ ഈസ് സിംപിളി 0. കാൽക്കുലേഷന്റെ ആവശ്യമില്ലായിരുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്താൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം വർക്ക് ചെയ്താൽ ഇവിടെ കൺസേർവ്ഡ് അല്ല, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയാണ് ചോദ്യം, അല്ലാതെ ഓൾ ഫോഴ്സസ് അല്ല. ആ കണ്ടുപിടിക്കുന്നത് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ആണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അത് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്കാണ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് തീർച്ചയായിട്ടും ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണെങ്കിൽ അത് 0 ആണ്. വി ക്യാൻ ടേക്ക് ദി ആൻസർ വിത്തൗട്ട് കാൽക്കുലേഷൻ. അബദ്ധം പറ്റാവുന്ന വിയും യുവും ഡിഫറൻ്റ് ആയി തരുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിൽ അബദ്ധം പറ്റാവുന്ന ഒരു ക്വസ്റ്റിന്റെ ഐഡിയ ആണ്. നെക്സ്റ്റ് വൺ. Potential energy of a freely falling body at a given instant is 9 times its kinetic energy. When the body attains a velocity 3 times the above value. Mechanical energy conservation the best example ആണ്. Here's a line. Here's a point A. Another point B. Potential energy at a given instant is 9 times its kinetic energy. Means if kinetic energy is taken as some x, then potential energy can be taken as 9x. First point kinetic x എന്നെടുത്താൽ potential 9x എന്നെടുക്കാം. And total mechanical energy is actually 10x. Total energy 10x. X is a number. And here B, what happens? When the body attains a velocity 3 times the above value. ആദ്യം kinetic x ആണെങ്കിൽ velocity 3 times ആകുമ്പോൾ പുതിയ kinetic എന്ന് പറയുന്നത് 9x. Why? Energy B യുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ അല്ലേ? വെലോസിറ്റി ട്രിപ്പിൾ ആകുമ്പോൾ എനർജി 9 times ആകും. Now potential energy is only 1x. Why?
total energy remains as 10x. Total 10x ആണെങ്കിൽ പൊട്ടൻഷ്യൽ കൈനറ്റിക് 9x വന്നാൽ പൊട്ടൻഷ്യൽ 1x വന്നിരിക്കും. ടോട്ടൽ 10x വരാൻ വേണ്ടിയാണ്. എയിലെ ടോട്ടൽ എനർജിയും ബിയിലെ ടോട്ടൽ എനർജിയും ഈക്വൽ ആണ്. സോ ആൻസർ ഈസ് എന്താ വേണ്ടത്? വാട്ട് വുഡ് ബി ദ റേഷ്യോ ബിറ്റ്വീൻ ന്യൂ പൊട്ടൻഷ്യൽ ആൻഡ് ന്യൂ കൈനറ്റിക് ആണ്. ന്യൂ പൊട്ടൻഷ്യൽ 1x അല്ലേ, ന്യൂ കൈനറ്റിക് 9x അല്ലേ? ആൻസർ ഈസ് സിംപ്ലി 1:9. The 2 times, 3 times, 4 times എന്ന് തരുമ്പോൾ തെറ്റിപ്പോകരുത്. Question is based on conservation of mechanical energy in the absence of non-conservative force. ബോഡി ഗ്രാവിറ്റിയുടെ മാത്രം കൺട്രോളിലാണ് എന്ന കോൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. എയിലെ ടോട്ടൽ എനർജിയും ബിയിലെ ടോട്ടൽ എനർജിയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു ഷോർട്ട് മെത്തേഡിലൂടെയാണ്. The displacements x and time t of a particle are related to each other as t equal to root x plus 3. ഓരോ പ്രോബ്ലം തരുമ്പോഴും കൃത്യമായ എയിം ഉണ്ട് അതിൽ. വാട്ട് ഇസ് എ നെറ്റ് വർക്ക് ഡൺ? നെറ്റ് വർക്ക് ഡൺ മീൻസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ആണ്. ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 3 എന്ന് എഴുതുക. എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 6t പ്ലസ് 9 എന്ന് എഴുതുക. വെലോസിറ്റി കാണാൻ dx ബൈ dt എടുക്കുക. അത് 2t മൈനസ് 6 എന്ന് കിട്ടും. ചെറിയൊരു ഡിഫറൻസിയേഷൻ ആണ്. ടിക്ക് 0 ഇടുക, ഇനിഷ്യൽ വെലോസിറ്റി സോൾവ് ചെയ്യുക. ടിക്ക് 6 ഇടുക, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നാണ്. ടിക്ക് 0 ഇടുക, ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. ടിക്ക് 0 ഇടുക, ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് 6 എന്ന് കിട്ടും. ടിക്ക് 6 ഇടുക, ഫൈനൽ വെലോസിറ്റി പ്ലസ് 6 എന്ന് കിട്ടും. Work done, net work done by all forces is equal to change in kinetic energy half mv square minus u square ആണ്. അവിടെ വർക്ക് കാണണമെങ്കിൽ മാസ് തരണം. മാസ് ഈസ് നോട്ട് ഗിവൺ. ഇങ്ങനൊരു അവസരത്തിൽ നെറ്റ് വർക്ക് കാണാൻ പറയുമ്പോൾ മാസ് തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ 0 ആയിരിക്കും. അതൊരു ക്ലൂ ആണ്. മാസ് തന്നിട്ടില്ലെങ്കിൽ, കാരണം മാസ് ഇല്ലാതെ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാ പ്രത്യേകത. ഇപ്പം നിങ്ങളവർക്ക് മാസ് ഇല്ലെങ്കിൽ എങ്ങനെ 0 ആകും? You can verify. half mv square എടുക്കുമ്പോൾ b square 36 ആണ്, u square 36 ആണ്, v square minus u square 0 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാസിൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ മാസ് ഇല്ല. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി പവറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എമർജൻസിയായ മറ്റൊരു ഗ്രാഫാണിത്. കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പോയിന്റുകളാണ്. എ പാർട്ടിക്കിൾ ഈസ് ആക്റ്റഡ് ഓൺ ബൈ സം ഫോഴ്സസ് സോ ദാറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി വേരീസ് വിത്ത് പൊസിഷൻ. എക്സും കെയും തമ്മിലുള്ള ഗ്രാഫാണ്. കൈനറ്റിക് എനർജി പൊസിഷൻ തമ്മിലുള്ള ഗ്രാഫാണ്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ഇറ്റ്സ് എ ഗ്രാഫ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് പോസിറ്റീവ് സ്ലോപ്പ്. നമുക്ക് ആക്സിലറേഷൻ്റെ ഫോഴ്സിൻ്റെ വേരിയേഷനാണ് ചോദ്യം. സത്യത്തിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എക്സിന് ഹാഫ് എം വി സ്ക്വയർ എക്സിന് ഡയറക്ട്ലി പ്രപ്പോസലാണ്. ഹാഫ് എം വി സ്ക്വയർ എക്സിന് പ്രപ്പോസലാണ്. അപ്പോൾ വി സ്ക്വയർ എക്സിന് പ്രപ്പോസലാണ്. അപ്പോൾ വി എന്ന് പറയുന്നത് റൂട്ട് എക്സിന് പ്രപ്പോസലാണ്. ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വി ബൈ ഡി എക്സ് അല്ല, ഡി വി ബൈ ഡി ടി എടുത്താൽ ആക്സിലറേഷൻ കിട്ടും. അത് വെച്ച് അതിൻ്റെ വേരിയേഷൻ അത് കോൺസ്റ്റൻ്റ് ആണോ വേരിയബിൾ ആണോ എന്ന് കറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ കൈനറ്റിക് എനർജിയും എക്സും തമ്മിൽ ഗ്രാഫ് എടുക്കുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് എന്നാണ് കിട്ടുക. സോ കെ എക്സ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഡെൽറ്റ കെ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എഫിന് ഇക്വലൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫോഴ്സിനോട് ഈക്വലൈസ് ചെയ്യാം. അപ്പോൾ പിന്നെ ആൻസർ വളരെ സിമ്പിളായിട്ട് എടുക്കാം. വൈ? ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ലേ? ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ലേ? ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഫോഴ്സിനോട് ഈക്വലൻ്റ് അല്ലേ? നമ്മൾ ഡി വി ബൈ ഡി ടി എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലെങ്തി മെത്തേഡിലേക്ക് പോകുന്നില്ല. ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഫോഴ്സിനോട് ഈക്വലൻ്റ് ആണെന്നറിയാം. ഇഫ് എ ഗ്രാഫ് ഈസ് ഗിവൺ ബിറ്റ്വീൻ ഓർ ടേക്കൺ ബിറ്റ്വീൻ എക്സ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് കൈനറ്റിക് എനർജി അലോങ് ദി വൈ ആക്സിസ്, then the slope of the graph is equal to the force acting on the body. Here ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം എന്ന് ആൻസർ കിട്ടും. ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അത് വെച്ച് ഡി വി ബൈ ഡി ടി വെച്ച് കണ്ടാലും നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പറേ കിട്ടുള്ളൂ. എക്സിൻ്റെ പവർ ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്കത് പിന്നെ വെരിഫൈ ചെയ്യാം.
അതിലും ഷോർട്ട് മെത്തേഡാണിത്. ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ കിട്ടുന്നത് ഫോഴ്സ് ആണ് എന്ന ഐഡിയ ആണ്. നെക്സ്റ്റ് വൺ, potential energy of a long spring when structured by 2 centimeter is U, means U is equal to half into K into 2 square LA. Energy stored, potential energy is equal to half Kx square LA. The spring is structured by 8 centimeter, some U1 stretching മാറി half into K into 8 square എന്ന് കിട്ടും. എന്നെ ഫോർമുല ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന തിയറി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ജസ്റ്റ് ഡിവൈഡ്, ഹാഫ് കെ ക്യാൻസൽ ആയി പോകും. 2 സ്ക്വയർ 4 ആണ്, 64. അതിന്റെ റേഷ്യോ ആണ് ചോദ്യം. U1 is equal to 16 times U on comparing. Third one, ratio, just divide, half k cancels. There's a connection between U and U1. കറക്ഷൻ വരാവുന്ന വളരെ സെലക്റ്റീവായ വർക്ക് ഡണിന്റെ സൈനിൽ അബദ്ധം പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ കേട്ടിട്ടില്ലേ? എ മൈൻ ഈസ് ലോവറിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. വാട്ട് ഇസ് എ സൈൻ ഓഫ് വർക്ക് ഡൺ എന്ന് ചോദിക്കുമ്പോൾ ഇത് തർക്കിക്കാറുണ്ട്. ലോവറിങ്ങിൽ ഫോഴ്സിന്റെ ഒരു ഐഡിയ. എ ബോഡി ഓഫ് മാസ് എം ഈസ് അലൗഡ് ടു ഫാൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രിംഗ് വിത്ത് ഡൗൺവേർഡ് ആക്സിലറേഷൻ ഓഫ് g/6. എ ബോഡി ഓഫ് മാസ് എം ഈസ് അലൗഡ് ടു മൂവ് ഡൗൺ. ഇവിടെ ഞാൻ T എന്നൊരു ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആക്സിലറേഷൻ A, and A is given as g/6. Work done by the string means work done by the force on the string means work done by the tension is to be calculated. mg is acting vertically down. ഡൗട്ട് തോന്നിയാൽ ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു നോക്കണം. യേക്കാളും വലുതാണ്. സോ നെറ്റ് ഫോഴ്സ് എം ജി മൈനസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു g/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു 5 mg/6 എന്ന് കിട്ടും. ടി ഇസ് ഈക്വൽ 5 mg/6. വർക്ക് ഡൺ ആണ് വേണ്ടത്. എക്സ് ഡിസ്റ്റൻസ് താഴെ വരുമ്പോൾ വർക്ക് ഡൺ ആണ് വേണ്ടത്. ആൻസർ ഈസ് ആക്ച്വലി ദിസ് വൺ, minus 5 mg/6. From where negative sign arises? Very simple. Block is displacing down and tension is acting up. Tension മുകളിലേക്കാണ്. സ്ട്രിങ്ങിൽ ആള് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, പക്ഷെ ബ്ലോക്ക് പോകുന്നത് താഴേക്കാണ്. സോ ടെൻഷൻ, സ്ട്രിങ്ങിൽ ടെൻഷൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്. മോഷൻ ടെൻഷൻ അഗൻസ്റ്റ് ആയതുകൊണ്ടാണ് -mgx/6. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് is equal to tension. That is 5 mg/6 into x will give work done. വർക്ക് ഡൺ ആണ്. ടെൻഷൻ്റെ വർക്ക് ഡൺ. നെഗറ്റീവുള്ള ആൻസറും പോസിറ്റീവുള്ള ആൻസറും വന്നാൽ കറക്ഷൻ വരാവുന്ന സിമ്പിളായ സിറ്റുവേഷൻ മറന്നു പോകരുത്. കൊളീഷന്റെ കേസ് അല്ലേ? കൊളീഷൻ, എന്ത് കൊളീഷൻ? 2 identical balls A and B moving with 5 and -3 collide head on elastically. Collide head on elastically. Identical means mass same അല്ലേ? അതൊരു സ്പെഷ്യൽ കേസ് അല്ലേ? ഇഫ് 2 bodies of equal masses collide elastically, then they will exchange their velocities. ഫസ്റ്റിൻ്റെ ഫൈനൽ സെക്കൻഡ് ഇനീഷ്യലും, സെക്കൻഡിൻ്റെ ഫൈനൽ ഫസ്റ്റിൻ്റെ ഇനീഷ്യലും. ഫസ്റ്റിൻ്റെ ഇനീഷ്യൽ എത്രയാണ്? 5 അല്ലേ? ഫസ്റ്റിൻ്റെ ഇനീഷ്യൽ സെക്കൻഡിൻ്റെ ഫൈനൽ, ഫസ്റ്റിൻ്റെ ഫൈനൽ സെക്കൻഡിൻ്റെ ഇനീഷ്യൽ, അത്രയേ ഉള്ളൂ. ഇത് സെക്കൻഡിൻ്റെ ഇനീഷ്യൽ, അത് ഫസ്റ്റിൻ്റെ ഫൈനൽ ആകണം. ഇത് ഫസ്റ്റിൻ്റെ ഇനിഷ്യൽ, അത് സെക്കൻഡിൻ്റെ ഫൈനൽ ആവണം. ആൻസർ ഈസ് ചോയ്സ് 2 ആണ്. -3 and 5 ഈസ് ദ റൈറ്റ് ആൻസർ. ദേ വിൽ എക്സ്ചേഞ്ച്. ഫസ്റ്റിൻ്റെ ഫൈനൽ സെക്കൻഡിൻ്റെ ഇനിഷ്യലിനോടും സെക്കൻഡിൻ്റെ ഫൈനൽ ഫസ്റ്റിൻ്റെ ഇനിഷ്യലിനോട് ഇക്വേറ്റ് ചെയ്യാം. ദേ വിൽ ഇന്റർചേഞ്ച് ദെയർ വെലോസിറ്റീസ് അണ്ടർ 2 കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? കൊളീഷൻ ഇലാസ്റ്റിക് ആയിരിക്കണം, മാസുകൾ ഈക്വൽ ആയിരിക്കണം. കൊളീഷൻ ഇലാസ്റ്റിക് വിത്തൗട്ട് കാൽക്കുലേഷൻ ഡയറക്റ്റ് ആയിട്ട് ഓർത്തെഴുതാവുന്ന സിറ്റുവേഷൻ ആണ്. ഈ കേസ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഒരു ടൈം ടേക്കൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ സർഫസിലൂടെ ഊർന്നു പോരുന്ന ബോഡിയുടെ, ഞാനതൊന്ന് വെരിഫൈ ചെയ്ത് കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 or 2 പറഞ്ഞപ്പോൾ ഞാനിത് ടൈമിൻ്റെ ഫോർമുല പറഞ്ഞായിരുന്നു. എന്താണ് ആക്ച്വലി ആ ലെങ്ത് ഒരു എക്സ് ആണെങ്കിൽ ആക്സിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. g sin θ ആണെങ്കിൽ x is equal to half into g sin θ into t square എന്നാണ് കിട്ടുക.
Initial velocity can be taken as 0. U is equal to 0. A is equal to g sin theta. X is the displacements. So x is equal to half g sin theta into t square. ഈ എക്സിനെ നമുക്ക് h by sin theta എന്നെടുക്കാം. അത്രയേ ഉള്ളൂ. X can be replaced by h by sin theta. Sin theta is equal to h by x. So x is equal to h by sin theta. ഈ ഒരു ഫോർമുലയിൽ നിന്നാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുക. 1 by sin theta into root of 2h by g. ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല ഇവിടെ. h is equal to t plus half a t square എന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. Based on collision, perfectly inelastic collision, and also based on conservation of linear momentum, a body of mass m moving horizontally with a velocity v0 strikes a pendulum of equal mass m. Here is a pendulum bob which is suspended at the end of a string. Another ball with the same mass is moving horizontally with a velocity v0, and the system moves along a circular path like this. ഇങ്ങനെ ലൈനിലേക്ക് ഇങ്ങനെ പോയിന്റിലേക്ക് സിസ്റ്റം ഇങ്ങനെ മൂവ് ചെയ്യുമെന്നാണ്. ദാറ്റ്സ് ഓൾ. ആൻഡ് ദേ അറ്റൈൻസ് എ ഹൈറ്റ് h ഫ്രം ദ ബേസിക് ലെവൽ. ഇവിടെ വരുമ്പോൾ വെലോസിറ്റി 0 ആവും. ഇൻ ഫിഗർ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. എം മാസ് ഉള്ള ബോൾ v0 വെലോസിറ്റി. കുട്ടികൾ അറിയാതെ ഹാഫ് എം v0 സ്ക്വയർ ഈസിക്കൽ എം ജി എച്ച് എന്ന് എഴുതാറുണ്ട്. ഇത് അങ്ങനെ എടുക്കത്തില്ല. ഈ കൊളീഷൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ല. അവിടെ സൗണ്ട് ഹീറ്റൊക്കെ ഉണ്ടാവും. സോ നമ്മൾ മൊമെന്റം കൺസർവേഷൻ വെച്ച് കൊളീഷൻ കഴിഞ്ഞുള്ള വെലോസിറ്റി ലൊക്കേറ്റ് ചെയ്യണം. എം ഇൻറ്റു v0 ഈസ് ഈക്വൽ ടു 2m into v. Why? After collision, they stick together and move together with a common velocity. They stick together and move together with a common velocity. M cancels. V is equal to v0 by 2 എന്ന് കിട്ടും. ഇതെന്താണ്? Velocity of the combined system just after collision. Velocity of the combined system just after collision. Combined system just after collision. Now we can take another equation. Half into 2m into v square is equal to 2m into gh. Half into 2m into v square is equal to 2m into gh. 2m cancel ആയിപ്പോ. h is equal to v square by 2g എന്ന് കിട്ടും. But answer is not in terms of v, in terms of v0. We can modify v as v0 by 2. V ക്ക് പകരം v0 by 2 ഇടാം. Answer is v0 square by 8g. മറന്നു പോകരുതാത്ത മറ്റൊരു ക്വസ്റ്റ്യൻ. മൊമെന്റം കൺസർവേഷൻ, സർക്കുലർ മോഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ and based on energy conservation after collision. കൊളീഷൻ കഴിഞ്ഞ് മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. കൊളീഷന് മുമ്പ് ഉള്ള എനർജി അഡിക്വേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതെന്ത് കൊളീഷൻ അല്ല, ഇലാസ്റ്റിക് കൊളീഷൻ അല്ല, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. Internal force acting within a system of particles can alter. Internal ഫോഴ്സിന് ചേഞ്ച് വരുത്താൻ കഴിയുന്ന പാരാമീറ്റേഴ്സ്, അതിൽ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം, ബോംബിൻ്റെ എക്സ്പ്ലോഷന്, ഷെല്ലിൻ്റെ എക്സ്പ്ലോഷന്, റോക്കറ്റ് കൊളീഷൻ എല്ലാം ഇന്റേണലാണ്. ഇറ്റ് കനോട്ട് ചേഞ്ച് ദ ലീനിയർ മൊമെന്റം. അതുകൊണ്ടല്ലേ ആ കേസിലെല്ലാം നമ്മൾ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്നത്? ശരിയല്ലേ? എന്നാൽ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാവോ? എനർജിക്ക് ചേഞ്ച് വരുമോ? ഒരു ഷെല്ല് രണ്ടായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇനിഷ്യൽ മൊമെന്റം 0യാണ്, ഇനിഷ്യൽ വെലോസിറ്റി 0യാണ്, ഇനിഷ്യൽ മൊമെന്റം 0യാണ്, ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0യാണ്. പക്ഷെ ഒരു പീസ് m1 v1 റൈറ്റിലേക്ക് പോയാൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. അടുത്ത പീസ് m2 v2 ലെഫ്റ്റിലേക്ക് പോയാൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. അത് ആഡ് ചെയ്താൽ ഒരിക്കലും 0 കിട്ടുകയില്ല. എനർജി ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഹാഫ് എം v1 സ്ക്വയറും ഹാഫ് എം v2 സ്ക്വയർ ആഡ് ചെയ്താൽ 0 വരികയില്ല. മൊമെന്റം വെക്ടറാണ്, എനർജി സ്കെയിലറാണ്. സോ കൊളീഷന് മുമ്പുള്ള എനർജി കൊളീഷന് ശേഷമുള്ള എനർജിയോട് ഈക്വൽ ആകണമെന്നില്ല. മൊമെന്റത്തിനോട് ഈക്വൽ ആകണമെന്നുമില്ല. മൊമെന്റം ഓരോന്നിൻ്റെ മൊമെന്റം അല്ല, ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മൊമെന്റമാണ് ഈക്വേറ്റ് ചെയ്യാൻ പറ്റുക. കൈനറ്റിക് എനർജി ബട്ട് നോട്ട് ലീനിയർ മൊമെന്റം. ക്യാൻ ഓൾട്ടർ കൈനറ്റിക് എനർജി ബട്ട് കനോട്ട് ലീനിയർ മൊമെന്റം എന്നാണ്. ലീനിയർ മൊമെന്റത്തിന് ചേഞ്ച് വരുത്താൻ പറ്റുകയില്ല, കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് വരുത്താൻ പറ്റുമെന്നാണ്. ഇത് മൊമെന്റം കൺസർവേഷന്റെ ബേസിക് തിയറിയാണ്. A spring of force constant k, first stretched by a distance a from its natural length, then further by a distance b. The work done in the second stretching alone is, ഈ ഫസ്റ്റ് കേസിൽ W1 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു
k into a square ആണ്. നാച്ചുറൽ ലെങ്തിൽ നിന്ന് എ എന്ന എക്സ്റ്റൻഷൻ ശരിയല്ലേ. പിന്നീട് ഒരു ബി കൂടെയാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഫോർ ദി എൻറ്റയർ പ്രോഗ്രാം ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ പ്ലസ് ബി സ്ക്വയർ ആണ്. The work done for A alone, the work done for A plus B, total for A plus B ആണ്. ടോട്ടൽ വർക്ക് ഫോർ A plus B ആണ്. ക്വസ്റ്റ്യൻ ഇത് രണ്ടും അല്ല, W2 ആണ് ചോദ്യം. W2 is equal to W minus W1. What's the meaning of W2? Work done for the second stretching alone. B എന്ന് പറയുന്ന എക്സ്റ്റൻഷന് വേണ്ടി മാത്രമുള്ള വർക്കാണ് ചോദ്യം. ബി എന്ന എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്ക് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും W2 is equal to W minus W1 എന്ന് എടുത്താൽ മതി. ഈ സബ്ട്രാക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ആൻഡ് ഓൺ സിംപ്ലിഫൈയിങ് ആൻസർ ഈസ് ഹാഫ് KB into 2A plus B എന്ന് കിട്ടും. യു ക്യാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി സമയം കളയുന്ന പകരം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. A particle describes a horizontal circle of radius r on the smooth surface of a inverted cone as shown in the figure. The height of the plane of the circle above the vertex is h. The speed should be circular motion. സത്യത്തിൽ സിലബസിൽ പറയാത്തൊരു ആപ്ലിക്കേഷനാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ക്ലാസ്സിൽ എടുക്കാത്തൊരു സർക്കുലർ പാത്ത് കണ്ടാലും നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. ഹിസ് കോണിക്കൽ വെസൽ ആൻഡ് എ പാർട്ടിക്കിൾ ഈസ് സർക്കുലേറ്റിംഗ് ലൈക്ക് ദിസ്. എച്ച് എന്ന് പറയുന്നത് കോണിന്റെ ഹൈറ്റ്, ആറ് സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്നെടുക്കാം. ഓക്കെ, ഏത് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യണമെങ്കിലും ഒരു നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഹിയർ ദ വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ആക്ടിംഗ് വെർട്ടിക്കലി ഡൗൺ. വെയിറ്റ് സെൻട്രലിലേക്കല്ല, വെയിറ്റിന് സെൻട്രലിലേക്ക് കോമ്പോണന്റ് ഇല്ല. ഏത് സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ mv²/r ഈക്വലൈസ് ചെയ്യണം. അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ബോഡിയിൽ ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അവർ ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഒരു ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഉറപ്പായിട്ടും എന്നിൻ്റെ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. എന്നിൻ്റെ രണ്ട് കമ്പോണൻസ് അല്ലേ. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ് വരിക. ഇത് നോർമൽ റിയാക്ഷൻ ആണ്. ഇത് 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ് വരിക. ഇത് n കോസ് തീറ്റയാണ്. ഇത് n സൈൻ തീറ്റയാണ്. n sin theta provides centripetal force for revolution and n cos theta provides mg. n sin theta is equal to mv²/r and n cos theta is equal to mg എന്നാണ്. ഒരു കോമ്പോണന്റ് സർക്കുലർ പാത്തിന് സഫീഷ്യന്റ് ആയ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കമ്പോണന്റ് വെയിറ്റിനെ ജസ്റ്റ് ഡിവൈഡ് tan theta is equal to v²/rg എന്ന് കിട്ടും. And from the right angle triangle, tan theta is equal to tan theta is equal to tan theta is equal to h/r ആണ് കേട്ടോ. ഇത് r അല്ല, ഇത് h ആണ്. ഹൈറ്റ് അല്ലേ h. tan theta is equal to h/r എന്ന് കിട്ടും. r ക്യാൻസൽ ആയി പോകും. v is equal to √gh is the right answer. ഇത് ക്ലാസ്സിൽ ഇട്ടത് അങ്ങനെ NCERT ഉള്ളത് കൊണ്ടല്ല. സർക്കുലർ പാത്തിലൂടെ പോകുന്നൊരു ബോഡിയുടെ ഒരു കാൽക്കുലേഷൻ വേണ്ടി വന്നാൽ അത് ഫെമിലിയർ അല്ല എന്ന് തോന്നിയാൽ കൃത്യമായിട്ടും ആ ബോഡിയെ വാച്ച് ചെയ്യുക. അതിലാക്കുന്ന ഫോഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഫോഴ്സിൻ്റെ ഏത് കോമ്പോണൻ്റാണ് സെൻറ്ററിലേക്കുള്ളതെന്ന് കണ്ടുപിടിക്കുക. അതിനെ mv²/r ഈക്വലൈസ് ചെയ്യുക. അത് സർക്കുലർ മോഷൻ്റെ മറന്നു പോകരുതാത്ത ഒരു ബേസിക് കണ്ടന്റ് മാത്രമാണ്. ആൻസർ ഈസ് √gh. തെറ്റിപ്പോകാവുന്ന അടുത്തൊരു കേസാണ് പറയുന്നത്. എ കാർ ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ a along a rough road. Here's a rough horizontal surface. A car or a body is moving with constant acceleration a. The coefficient of friction between the tire and the road is mu. The power delivered. Power കാണാന് F into V എന്ന് എടുത്താൽ മതി. M മാസുള്ള കാറാണ്. F into V ആണ് പവർ വേണ്ടത്. പവർ ഡെലിവേർഡ് ബൈ എഞ്ചിൻ അറ്റ് എ ടൈം t ഫ്രം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വിക്ക് നമുക്ക് 0 + 8t എന്നിടാം. v = u + 8t അല്ലേ. t ടൈമിലെ വെലോസിറ്റി 8t. അപ്പോൾ f എന്താണ്? f m മാസുള്ള കാർ എയിൽ പോകുമ്പോൾ f ma ആണെങ്കിൽ ma × 8t ഉണ്ടോ? അവിടെ ഒരു ma² t ഉണ്ട്. ഇനി ഫ്രിക്ഷൻ എടുക്കുന്നതിൽ μ mg × 8t കിടപ്പുണ്ട്.
ഇനി അതിന് ഡിഫറൻസ് ആണെങ്കിൽ അത് കിടപ്പുണ്ട്, അതിൻ്റെ സം ആണെങ്കിൽ അത് കിടപ്പുണ്ട്. കണ്ടില്ലേ? ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഡൗട്ട് തോന്നിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഫ്രിക്ഷൻ അതിന് എഗൻസ്റ്റ് ആണ്, അത് mu mg ആണ്. സോ ഇഫ് ഈസ് ലീഡിങ് എഫ് മൈനസ് mu mg ഇസ് ഈക്വൽ ടു ma എന്നാണ്. അവിടെയും പുതിയ തിയറി ഇല്ല. ഒരു ബോഡിയിലെ ഫോഴ്സുകൾ മാന്യമായിട്ട് മാർക്ക് ചെയ്യുക, നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിക്കുക, ദരിസിക്കൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എഫ് ഈസ് ഈക്വൽ ടു mu mg പ്ലസ് ma എന്ന് കിട്ടും. എഫ് ഈസിക്കൽ mu mg പ്ലസ് ma എന്നാണ് കിട്ടുക. എഫ് ഈസിക്കൽ mu mg പ്ലസ് ma. ചോദ്യം പവറാണ്, അപ്പോൾ എഫ് ഇൻറ്റു വി ആണ്, വി 80 ആണ്, അപ്പോൾ mu mg പ്ലസ് ma ഓൾ ഇൻറ്റു 80. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അവിടെ കറക്ഷൻ വരാം. എന്താണ് നമ്മൾ അവർക്ക് ma അങ്ങോട്ടല്ലേ അല്ലേ, mu mg ഇങ്ങോട്ടല്ലേ, അപ്പോൾ എഗൻസ്റ്റ് അല്ലേ, അപ്പോൾ ma മൈനസ് mu mg അല്ലേ വേണ്ടത് എന്ന് തോന്നാം, ma മൈനസ് mu mg അല്ലേ വേണ്ടത് എന്ന് തോന്നാം. പക്ഷേ ശരിക്കും ഫ്രിക്ഷനെ ഒപ്പോസ് ചെയ്യുകയും ബോഡിക്ക് എന്ന ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുകയും വേണം. ആ ഡൗട്ട് തോന്നിയാൽ യു മേ ടേക്ക് ഫ്രീ ബോഡി ഡയഗ്രാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A body is thrown downward with a velocity v0 from a height 10 meter. It collides the ground and loses 50% of its energy and rises back to the same height. Body is thrown vertically down from a height with a velocity some v0. v0 is not given. It's a height v0 velocity ഗ്രൗണ്ടിലേക്ക് ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ബോഡി ഗ്രൗണ്ടിൽ വന്നിടിക്കുന്നു. And it rises to the same height means ഇവിടെ വരുമ്പോൾ വെലോസിറ്റി 0 ആകുന്നു എന്നാണ്. അവിടെ വരെ വരുള്ളൂ. ഇനിഷ്യലി പ്രൊജക്ട് ചെയ്ത ബോഡിയാണ്, തിരിച്ചു വന്നപ്പോൾ അവിടെ വന്നപ്പോൾ വെലോസിറ്റി 0 ആയി പോയെന്നാണ്. എന്താ സംഭവിച്ച? കൊളീഷന്റെ പേരിൽ എനർജിയുടെ 50% നഷ്ടം വന്നിരിക്കുന്നു. ചെയ്യാനും എളുപ്പ വഴിയുണ്ട്. ഇറ്റ് കൊളൈഡ്സ് വിത്ത് ദ ഗ്രൗണ്ട് ആൻഡ് ലോസസ് 50% ഓഫ് ഇറ്റ്സ് എനർജി ആൻഡ് റൈസസ് ബാക്ക് ടു ദ സെയിം ഹൈറ്റ്. അപ്പോൾ ആക്ച്വലി ഇതിന് ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം v0 സ്ക്വയർ പ്ലസ് mgh ആണ്. ഇനിഷ്യൽ എനർജി അറ്റ് ദ ടൈം ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് കൊളൈഡ് ചെയ്തതിന് ശേഷം റീബൗണ്ട് ചെയ്ത് ഇനിഷ്യൽ പോയിന്റ് വരുമ്പോൾ അതിന് 50% ഉള്ളെന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു mgh എന്നെടുക്കാം. വാട്ട്സ് റൈറ്റ് സൈഡ്? അത് ഫൈനൽ എനർജിയാണ്. വാട്ട്സ് ലെഫ്റ്റ് സൈഡ്? ലെഫ്റ്റ് സൈഡിന്റെ പകുതിയാണ് റൈറ്റ് സൈഡിലേക്ക് മാറുന്നത്. പകുതി ലോസ്. അപ്പോൾ ആദ്യം ഉള്ളതിന്റെ 50% ഫൈനലി ഉണ്ടാകുമെന്നാണ്. തിരിച്ചങ്ങിൻ്റെ ചെയ്താൽ മതി. എന്താ? ഹാഫ് എം v0 സ്ക്വയർ പ്ലസ് mgh ഈസ് ഈക്വൽ ടു 2mgh എന്ന് കിട്ടും. ഓർ ഹാഫ് എം v0 സ്ക്വയർ ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടും. ഓർ v0 ഈസ് ഈക്വൽ ടു √2gh. അത്രയേ ഉള്ളൂ. √2gh. √2gh എന്ന് പറയുമ്പോൾ h is given as 10 meter. On substituting, I think the answer is 14 meter per second. 50 ക്വസ്റ്റ്യൻ എന്നൊക്കെ പ്രൊമോ വീഡിയോയിൽ പറഞ്ഞാലും ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കല്ല എയിം ചെയ്തത്, മറിച്ച് അതിൻ്റെ ഏരിയ നിങ്ങളെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഇനിയുള്ള പ്രിപ്പറേഷനിൽ എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് തിയറിക്ക് പ്രാധാന്യം കൊടുക്കരുത്. എക്സാമിനേഷൻ ഇവിടെ ഇഷ്ടം പോലെ എക്സാമുകൾ ആപ്പിലൊക്കെ ഉണ്ട്, നമുക്കറിയാം. അതിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എക്സാം എഴുതുക, പ്രാക്ടീസ് നേടുക. ഡൗട്ട് തോന്നിയാൽ മാത്രം ജസ്റ്റ് തിയറി ഒന്ന് നോട്ട് ചെയ്യാം, അല്ല ഒന്ന് ശ്രദ്ധിക്കാം, അത്രമാത്രം. അത് വായിച്ച് NCERT ഫുള്ള് വായിച്ച സമയമൊന്നും കളയാൻ പാടില്ല. കേട്ടല്ലോ? പ്രോബ്ലത്തിന് വേണ്ടി മാത്രം. പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സാമിനേഷൻ എഴുതുന്ന സമയത്താണെങ്കിൽ ആൻസറിന് വേണ്ടി മാത്രം ശ്രമിക്കുക. ഞാൻ എടുക്കുന്ന പോലെ ക്ലാസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ആൻസറിന് വേണ്ടിയല്ല, അതിൻ്റെ ഏരിയ മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ തിയറി ഫുള്ള് റീകളക്ട് ചെയ്തിരിക്കണം. അതാ വർക്ക് ആൻഡ് ജി പവറിനകത്തും ലോസ് ഓഫ് മോഷന് വരാവുന്ന മെയിനായ നീറ്റ് ലെവലിൽ വരാവുന്ന മെയിൻ ഏരിയ ഫുള്ള് ഞാൻ പുള്ളി സിസ്റ്റമോ കണക്റ്റഡ് ബോഡികളോ കോൺടാക്ട് ബോഡികളോ ഹയർ ആപ്ലിക്കേഷൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ അതൊന്നും അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. സോ ടെസ്റ്റുകൾ മാക്സിമം എഴുതി പ്രാക്ടീസ് ആകുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ റോഷ്നി മിസ്. കഴിഞ്ഞ 22 വർഷങ്ങളായി ബ്രില്യന്റിൽ ബോട്ടണി ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബ്രില്യന്റിലെ 2 ലൈവ് സെഷനുകളെ കുറിച്ച് പറയാനാണ്. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 13-ാം തീയതി രാത്രി 7 മുതൽ 8:30 വരെ ബ്രില്യന്റിനോടൊപ്പം MBBS എന്ന ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ബ്രില്യന്റിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ നിങ്ങളുടെ സ്വന്തം ടെൻസാറാണ്.
സാർ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ബയോമോളിക്യൂൾസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ചാപ്റ്ററുകളിൽ നിന്നും നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് 8:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് നീറ്റ് ട്രിക്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാനും ബിജുലാൽ സാറുമാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഹ്യൂമൻ ഫിസിയോളജി. ബ്രില്യന്റിന്റെ ലൈവ് സെക്ഷനുകൾ കുട്ടികൾക്ക് എത്രമാത്രം പ്രയോജനകരമാണെന്ന് കുട്ടികളുടെ കോളുകളിലൂടെയും കമന്റുകളിലൂടെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്കായി ഷെഡ്യൂൾ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നമായ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും നിങ്ങളിലെത്തിക്കാൻ എന്നും ടീം ബ്രില്യന്റ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ, ഡോണ്ട് മിസ് ഇറ്റ്.